ഹലോ, ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു. ക്ലാസ്സിലേക്ക് നിങ്ങൾക്കെല്ലാം സ്വാഗതം. നമ്മൾ ഇനി എടുക്കുന്ന ടോപ്പിക്ക് ISLM മോഡലിൻ്റെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൻ്റെ എക്സ്റ്റൻഷനാണ്. ഒരു സെക്കൻഡ്. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെ പഠിക്കാം ഈ ടോപ്പിക്ക് എന്നുള്ളത് ഞാനൊരു ആദ്യമേ ഒരു ഗൈഡ് തരാം. ഒന്നാമത് ഈ ടോപ്പിക്ക് നമ്മൾ ഒരു പ്രാവശ്യം അങ്ങനെ പെട്ടെന്ന് വായിച്ചാൽ നമുക്ക് പിടികിട്ടുന്നൊരു ടോപ്പിക്കല്ല. കാരണം കുറേ ഡയഗ്രാംസ്, ആ ഡയഗ്രത്തിൻ്റെ ഒരു പോക്കെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ലൈനിൽ നിന്ന് വേറൊരു ലൈനിലേക്കുള്ള ഒരു മൂവ്മെൻറ്റ്, അതിനൊരു കാരണമൊക്കെ ഉണ്ട്. ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക്, അതുപോലെ തന്നെ ഒരു ലൈനിൽ നിന്ന് വേറൊരു ലൈനിലേക്ക്. അപ്പോൾ അത് ഗവൺമെൻറ് എടുക്കുന്ന കുറേ പോളിസികളുടെ ഫലമായിട്ടാണ് അങ്ങനെ ഒരു ചേഞ്ച് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കേണ്ടി വരും. അപ്പോൾ അതങ്ങനെ ഓർത്തിരുന്ന് പഠിക്കണം. ഒരല്പം നമ്മൾ ഇക്കണോമിക്സ് ഒക്കെ പഠിക്കുമ്പോഴത്തേക്കും, ചുമ്മാ ഒരു എക്സാമ്പിൾ ഞാനൊരു ഡയഗ്രം ഇവിടെ എടുത്തിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരു ഇക്കണോമിക്സ് ഒക്കെ പഠിക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ ഡയഗ്രാം എത്ര പ്രധാനപ്പെട്ടതാണ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ എന്നുള്ളതിനൊരു ടിപ്പിക്കൽ എക്സാമ്പിളാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക്. അപ്പം ശരിക്കും ഈ ടോപ്പിക്ക് എന്ന് പറയുന്നത് മൈക്രോ എക്കണോമിക്സിൻ്റെയും ഇൻ്റർനാഷണൽ ട്രേഡിൻ്റെയും ഒരു ലിങ്കാണ്. രണ്ടിൻ്റെയും ഒരു മിക്സാണ്, ഹൈബ്രിഡ് എന്ന് പറയുന്നത്. കുഞ്ഞു ഡയഗ്രം കേട്ടോ. അപ്പോൾ ഇതിന് പൊസിഷനൊക്കെ കാണിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ചേഞ്ച് ഈ ലൈൻ ഷിഫ്റ്റ് ചെയ്യുന്നതാണ്, രണ്ടാമത്തെ ഈ ലൈൻ തന്നെ തിരിച്ച് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നതാണ് രണ്ടാമത്തേന്ന് ഇങ്ങനെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതൊക്കെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രമാണ്. അപ്പോൾ അങ്ങനെ ഡയഗ്രാം മനസ്സിലാക്കുക എന്നുള്ളത് ഈ ടോപ്പിക്ക് പഠിക്കാൻ നമ്മൾ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ഡയഗ്രാം മനസ്സിലാക്കാൻ നമുക്ക് ടോപ്പിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ പഠിക്കുമ്പോൾ അക്കാര്യം വളരെയധികം മനസ്സിലുണ്ടായിരിക്കണം. പിന്നെ ഇതിൻ്റെ അകത്ത് ഇൻ്റർനാഷണൽ ട്രേഡിൻ്റെ കുറേ കാര്യങ്ങളുണ്ട്. ഇൻ്റർനാഷണൽ ട്രേഡിലെ സംബന്ധിച്ച് കറൻസിയുടെ എക്സ്ചേഞ്ച് റേറ്റ്, ഫിക്സ്ഡ് എക്സ്ചേഞ്ച് സിസ്റ്റം, അതുപോലെ ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് സിസ്റ്റം, പിന്നെ അത് കൂടാതെ ഡിപ്രീസിയേഷനും കറൻസിയിലുണ്ടാക്കുന്ന വ്യത്യാസങ്ങൾ, ട്രേഡിലുണ്ടാക്കുന്ന വ്യത്യാസങ്ങൾ, അതിന് ഗവൺമെൻറ് അല്ലെങ്കിൽ സെൻട്രൽ ബാങ്ക് എടുക്കുന്ന കൗണ്ടർ മെഷേഴ്സ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ കൂടെ അങ്ങ് പഠിച്ചു കൊണ്ടുവരും. അതുകൂടെ പഠിച്ചാലേ നമുക്ക് കിട്ടുള്ളൂ. അപ്പം നമ്മുടെ ആ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ അകത്തായിട്ട് കുറേ ഡിഫിക്കൽട്ട് ടോപ്പിക്സ്, അത് നമുക്കറിയാമെങ്കിൽ നമുക്ക് അടുത്ത മൊഡ്യൂളിലേക്ക് നമുക്ക് പെട്ടെന്ന് അടുത്ത മൊഡ്യൂളിലൊക്കെ പെട്ടെന്ന് കവർ ചെയ്യാൻ പറ്റും. ഇതും നമുക്ക് അപ്പം ആഴ്ത്തി പഠിക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് നോക്കാം. ഞാൻ ആദ്യമേ നമ്മൾ സാറിന് ക്ലാസ് ചെയ്യുന്ന പോലെ ഇത് നമ്മളല്പം ഒരു ആഴ്ത്തി പഠിക്കേണ്ട ഒരു ടോപ്പിക് ആയതുകൊണ്ട് അല്ല നമുക്ക് പിടികിട്ടുമല്ല. അതുകൊണ്ട് ഞാനിതിൻ്റെ ബ്രീഫായിട്ട് ഒരു അസസ്മെൻറ്റ് അല്ലെങ്കിൽ ബ്രീഫായിട്ട് ഇത് എങ്ങനെ ഈ ടോപ്പിക്ക് എന്തൊക്കെയാണ് കൈകാര്യം ചെയ്യുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഓക്കെ, അപ്പം നമ്മുടെ ടോപ്പിക്ക് എന്താണ്? ISLM ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് മോഡൽ. ഓക്കെ, അപ്പോൾ അതിനെ അതർവൈസ് മോണ്ടൽ ഫ്ലെമിംഗ് മോഡൽ എന്നും കൂടെ പേരിട്ട് വിളിക്കും. ഇൻ്റർനാഷണൽ ട്രേഡിലും നിങ്ങൾ ഈ ടോപ്പിക്ക് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇക്വിലിബ്രിയം ഇൻ ദി ഓപ്പൺ ഇക്കോണമിയാണ്. ഓപ്പൺ ഇക്കോണമി എന്ന് പറഞ്ഞാൽ ദർ ഈസ് ട്രേഡ്, ദർ ഈസ് എക്സ്പോർട്ട്, ദർ ഈസ് ഇമ്പോർട്ട്. സിമിലർലി ദർ ഈസ് ഫോറിൻ ക്യാപിറ്റൽ ഇൻഫ്ലോ, ദെൻ ക്യാപിറ്റൽ ഔട്ട്ഫ്ലോ. സോ സച്ച് ഫിനോമിനൻസ് ഒക്കെ ഇവിടെ ഇക്കോണമി നടക്കും. നമ്മുടെ ഇക്കോണമി ഭയങ്കര ഓപ്പണാണ്. അപ്പോൾ ഓപ്പൺ ഇക്കോണമി ആകുമ്പോഴത്തേക്ക് അവിടെ ഒരു ഗുഡ്സ് മാർക്കറ്റ് ഉണ്ട്, അവിടെ ഒരു മണി മാർക്കറ്റ് ഉണ്ട്, അവിടെ ഒരു എക്സ്റ്റേണൽ സെക്ടർ ഉണ്ട്. ഇതാണ് ഈ ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൻ്റെ ഒക്കെ എക്സ്റ്റൻഷൻ. എന്താണ്? ഒരു എക്സ്റ്റേണൽ സെക്ടർ ഉണ്ട്. അപ്പോൾ അത്രയും ഒരു കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും. ദർ ഈസ് ആൻ എക്സ്റ്റേണൽ സെക്ടർ ആസ് വെൽ ബിസൈഡ്സ് ദി ഗുഡ്സ് മാർക്കറ്റ് ആൻഡ് ദി മണി മാർക്കറ്റ് വി സ്റ്റഡിഡ് ഡ്യൂറിങ് ദി ലാസ്റ്റ് ക്ലാസ്. ഓക്കെ, അപ്പം ഇനി നമുക്ക് ഈ ക്ലാസ് പഠിക്കുമ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, നമുക്ക് ISLM BP മോഡൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഐഡിയ മനസ്സിലുണ്ട്. ഒന്ന് നമ്മൾ പഠിച്ച ISLM ഒക്കെ തന്നെയായിരിക്കും. രണ്ട് BP എന്ന് മാത്രമേ നമ്മൾ പുതുതായിട്ട് പഠിക്കേണ്ട കാര്യമുള്ളൂ എന്ന് നമ്മുടെ മനസ്സിൽ ഐഡിയ ഉണ്ട്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമ്മൾ ഈ മോഡൽ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ IS കാർവ് നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കണം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളതൊക്കെ പഠിച്ചതാണ്. എന്നാലും പഠിച്ചതാണെങ്കിലും പരീക്ഷയ്ക്ക് പഠിച്ചാന്നും പറഞ്ഞ് നമുക്ക് വിടാൻ പറ്റിയല്ലോ, അത് എഴുതേണ്ടി വരും. അതുകൊണ്ട് ഞാനിവിടെ ജസ്റ്റ് ഡെറിവേഷൻ ഓഫ് IS കാർവ് വളരെ സിംബോളിക്കായിട്ട് മാത്രം പറഞ്ഞിട്ടുണ്ട്. നിങ്ങളത് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ നമ്മുടെ മോഡലിൻ്റെ അകത്ത് 4 സെക്ടർ മോഡലാണ്. ദർ ഈസ് എ ഹൗസ് ഹോൾഡ്, ദർ ഈസ് ബിസിനസ് സെക്ടർ, ദർ ഈസ് ദ ഗവൺമെൻറ് ആൻഡ് ദി എക്സ്റ്റേണൽ സെക്ടർ റെപ്രസെൻറ്റഡ് ബൈ നെറ്റ് എക്സ്പോർട്ട്സ്. ഓക്കെ, ഇമ്പോർട്ട് കഴിഞ്ഞ് എത്രമാത്രം എക്സ്പോർട്ട് നമ്മൾ നടത്തി എന്നുള്ളതാണ് നെറ്റ് എക്സ്പോർട്ട് എന്നുള്ളത് കാണിക്കുന്നത്. ഓക്കെ, സോ അപ്പോൾ അങ്ങനെ ഒരു 4 സെക്ടർ മോഡലാണ് നമ്മൾ വളരെ ആൾജിബ്രിക്കായിട്ട് സിമ്പിളായിട്ട് നമ്മളിവിടെ പറഞ്ഞു. പിന്നെ IS കാർവ് എന്താണ് ഡിഫൈൻ ചെയ്തു? IS കാർവ് റെപ്രസെൻറ്റ് ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് ഓഫ് ഇൻ്റർസ്റ്റേറ്റ് ആൻഡ് ഇൻകം വിച്ച് ബ്രിങ്സ് ഇക്വിലിബ്രിയം ഇൻ ദി ഗുഡ്സ് മാർക്കറ്റ് ഒക്കെ നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, ദെൻ വി ആർ അണ്ടർസ്റ്റാൻഡബിളി we are going to study about the LM market. Before that, the external sector influences IS കാർവ്. അതാണ് നമ്മൾ പഠിക്കേണ്ടത്. ഈ എക്സ്റ്റേണൽ സെക്ടർ എന്ന് പറഞ്ഞ സംഭവം നമ്മൾ IS കാർവിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, LM കാർവിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നമ്മൾ നേരത്തെ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ലായിരുന്നു.
അതായത് ഇവിടെ നമ്മൾ ISLM BP എന്ന് പറഞ്ഞാൽ നമ്മളതിനെ 3 ഡിവൈഡ്. ഈ ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൽ ഉണ്ടാക്കുന്ന എഫക്റ്റ് എല്ലാം കാർവിൽ ഷിഫ്റ്റ് ഉണ്ടാക്കും, IS കാർവിൽ ഷിഫ്റ്റ് ഉണ്ടാക്കും. അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ ഇതിന് പഠിച്ചിട്ടില്ല. എക്സ്റ്റേണൽ സെക്ടറിനെ 3 സെക്ടറിനെ ഒരുമിച്ച് വരുമ്പോഴത്തേക്ക് നമുക്കറിയാലോ എത്ര കോമ്പിനേഷൻസ് കൂടുതൽ വരുന്നത്. അപ്പോൾ അതാണ് നമ്മൾ പഠിക്കേണ്ട ഒരു വ്യത്യസ്ത തലം. അപ്പോൾ IS കാർവ് ഷിഫ്റ്റ് ചെയ്യുന്നത് എങ്ങനെ? എക്സ്പോർട്ട് കൂടുമ്പോൾ IS കാർവ് മുകളിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. നമ്മുടെ ഇൻകം കൂടുകയാണല്ലോ. ഇവിടെ നിന്ന് എക്സ്പോർട്ട് കൂടി ഇങ്ങോട്ട് വന്നു, പുതിയ IS കാർവ് വന്നു. അപ്പോൾ നമ്മുടെ ഇൻകം ഇത്രയും കണ്ട് കൂടി. സ്വാഭാവികമായിട്ട് എക്സ്പോർട്ട് കൂടുമ്പോൾ നമ്മുടെ ഇൻകം കൂടിയല്ലേ കൂടും. ഇമ്പോർട്ട് കൂടുമ്പോൾ ഇത് IS കാർവ് താഴോട്ട് തിരിച്ചു വരും. അപ്പോൾ നമ്മളങ്ങനെ എക്സ്പോർട്ടിനെ ഇമ്പോർട്ടിനെ എവിടെ ഇൻറ്റഗ്രേറ്റ് ചെയ്തു? IS കാർവ് ഇൻറ്റഗ്രേറ്റ് ചെയ്തു. ആ കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, പെട്ടെന്നൊരു ബുക്ക് നിങ്ങൾ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊന്നും നമ്മുടെ മനസ്സിൽ ചിട്ടയോടെ വരുമല്ല. അവിടുന്ന് ഒക്കെ നമ്മൾ എടുത്ത് വെക്കേണ്ടി വരും. അപ്പം നമുക്ക് ദിവസങ്ങളങ്ങ് പാഴായിപ്പോവും. അല്ലെങ്കിൽ ദിവസം പാഴാവുമല്ല, ദിവസങ്ങൾ നമുക്ക് പ്രയത്നം നടത്തേണ്ടി വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാണ് IS കർവിൽ എക്സ്റ്റേണൽ സെക്ടറിലെ ഒരു ഡോമിനൻറ്റ് ഫാക്ടറായിട്ടുള്ള ട്രേഡ് മാറ്റങ്ങൾ വരുത്തുന്നത് നമ്മളവിടെ പറയാം. പിന്നെ നിങ്ങൾക്ക് മാത്തമാറ്റിക്സും കാര്യം ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി വളരെ ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ എക്സ്റ്റേണൽ സെക്ടറിനെ കുറിച്ച് നമ്മളിവിടെ ഒരു ബോക്സിൽ ആഡ് ചെയ്തത് എക്സാമിന് വേണ്ടിയിട്ടുള്ളതല്ല കേട്ടോ, മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ഇക്കണോമിക്സിലെ കുട്ടികൾക്കും നിങ്ങൾക്ക് ബേസിക്സ് ഒക്കെ അവിടെ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, വി ക്യാൻ ഹാവ് സം ബേസിക്സ് അബൌട്ട് ദി എക്സ്റ്റേണൽ സെക്ടർ റൈറ്റ് ഹിയർ in this box. Okay, so what are the basics? Type of exchange rate system that is very simple for economic students, may not be that much simple for students who are background in mathematics. Okay, now there is a fixed exchange rate system, there is a flexible exchange rate system, and there is also a system called managed floating. Okay, that is a hybrid exchange rate system. We will study in detail later. Okay, then pegged or fixed, floating, managed floating. Okay, so next concept is depreciation, appreciation plus devaluation, revaluation. So how this affects what we can say our balance of payment, how this affects the trade, export and import. And in this context, when depreciation comes, what the central bank do? Then what happens to the LM curve? Okay, when appreciation comes, what the central bank do, and what will happen to the LM curve? Okay, so all those things we have to study in this class itself. So for that, you have to understand the implication. First you have to understand what is depreciation and appreciation. Secondly, you have to understand its working and implication on the economy. Okay, both on the LM curve and perhaps sometimes on the IS curve as well. Okay, definitely through trade. Okay, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളിവിടെ പഠിക്കും. അതിനുവേണ്ടി നിങ്ങൾ ആദ്യമേ ഡിപ്രീസിയേഷൻ അപ്രീസിയേഷൻ എന്താണെന്ന് അറിയണം. അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് ഇവിടെ നമ്മളൊരു എക്സാമ്പിൾ ഇങ്ങനെ പറഞ്ഞേക്കും. ഓക്കെ, അത് നമുക്ക് പറഞ്ഞുതരാം. ഓക്കെ, പിന്നെ ക്യാപിറ്റൽ മൊബിലിറ്റി ഒരു കുഞ്ഞു കോൺസെപ്റ്റ്, ഒന്നും ഭാര്യയായിട്ട് നമുക്ക് ജസ്റ്റ് ക്യാപിറ്റൽ ഇങ്ങോട്ട് വരുന്നു അങ്ങോട്ട് പോകുന്നു, അത്ര മാത്രമേ ക്യാപിറ്റൽ മൊബിലിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. ഓക്കെ, ദെൻ കംസ് എല്ലാം കാർ. നമ്മൾ ആദ്യം എന്നാ പഠിച്ചത്? ISLM BP നമ്മളെല്ലാം IS കാർ ഒന്ന് പഠിച്ചു, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ട് നമ്മളിപ്പോൾ ജസ്റ്റ് ഓടിച്ചിട്ട് നോക്കി. ദെൻ വി ആർ ഓട്ടോ ലേൺ അബൌട്ട് ദി എല്ലാം കാർ. ശരിയല്ലേ? എല്ലാം കാറും ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എല്ലാം കാർ ഷിഫ്റ്റ് ചെയ്യും. ഇതാണല്ലോ എല്ലാം കാർ ഷിഫ്റ്റ് ചെയ്യുന്ന എപ്പോഴാണ് അറിയോ? മോണിറ്ററി പോളിസിയുടെ ഫലമായിട്ടാണ്. കാരണം ലിക്വിഡിറ്റി ആൻഡ് മണി സപ്ലൈ എന്നൊക്കെ ആണല്ലോ നമ്മൾ എല്ലാം കാർ വേണ്ടി ഉദ്ദേശിക്കുന്നത്. മണി സപ്ലൈയും ലിക്വിഡിറ്റിയും മോണിറ്ററി പോളിസിയായിട്ട് ബന്ധപ്പെട്ട ഒരു ഭയങ്കര പ്രധാനപ്പെട്ട കാരണമായിരുന്നു നമുക്കറിയാം, ഓൾറെഡി കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ചാൽ. അപ്പോൾ അത് ഷിഫ്റ്റ് ചെയ്യുന്ന ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഫാക്ടേഴ്സും കാരണം എന്നറിയാം. ഈ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഡെഫിസിറ്റ് ആണെങ്കിൽ സെൻട്രൽ ബാങ്ക് പോയി കറൻസി ഡോളർ നമ്മുടെ മാർക്കറ്റിൽ കുറവാണല്ലോ, ഡെഫിസിറ്റ് ആണല്ലോ, ആൾക്കാർക്ക് ഡോളർ വേണമല്ലോ അല്ലേ? അന്നേരം ഈ ഡോളർ വിൽക്കുമ്പം പകരം എന്താ അറിയോ? കറൻസി മേടിക്കും. അപ്പം നിലവിലുള്ള കറൻസി സപ്ലൈ, നമ്മുടെ രൂപയുടെ സപ്ലൈ കുറയും. അന്നേരം നമ്മുടെ എല്ലാം കാര്യം എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും? മുകളിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ നേരെ തിരിച്ച് സെൻട്രൽ ബാങ്ക് ഡോളർ വാങ്ങുമ്പോഴോ പകരം റുപ്പി അങ്ങോട്ട് കൊടുക്കും. അന്നേരം എന്ത് ചെയ്യും? എല്ലാം കാര്യം ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും, കൂടുതലായിട്ട് ഷിഫ്റ്റ് ചെയ്യും. മനസ്സിലായല്ലോ? കൂടുതൽ മണി സപ്ലൈ വരുമെന്നതിനർത്ഥം. അപ്പോൾ ഇങ്ങനെ അവരെല്ലാം കർവിൻ്റെ മാറ്റം കൂടെ നമ്മൾ ഈ എക്സ്റ്റേണൽ സെക്ടറിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ പഠിക്കേണ്ടി വരും. IS കർവിൽ നമ്മൾ എക്സ്പോർട്ടും ഇമ്പോർട്ടും കാരണം IS കർവ് ഷിഫ്റ്റ് ചെയ്യുന്ന പഠിച്ചു. അതുപോലെ തന്നെ എല്ലാം കർവ് ഷിഫ്റ്റ് ചെയ്യും. ബട്ട് there is a precondition that the exchange rate should be fixed or the central bank is intervening. Central bank intervene ചെയ്യുന്ന ഒരവസ്ഥ മാത്രമേ അങ്ങനെ സിറ്റുവേഷൻ വരുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ എല്ലാം കർവിനെ കുറിച്ച് ജസ്റ്റ് എല്ലാം കർവ് നമ്മൾ ISLM BP ചില ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഫാക്ടേഴ്സ് എല്ലാം കർവിനെ താഴോട്ട് ഷിഫ്റ്റ് ചെയ്യും. ചില ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എല്ലാം കർവിനെ എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും? മുകളിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഇത് മുകളിലോട്ട് ഷിഫ്റ്റ് ചെയ്യും, താഴോട്ട് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ വഴിയെ പഠിക്കും. ബേസിക് അണ്ടർസ്റ്റാൻഡിങ് അത്രയൊക്കെ ഉണ്ടായാലേ നമുക്ക് ഈ ടോപ്പിക്ക് കവർ ചെയ്യാൻ പറ്റും.
പിന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ISും ISLM ഞങ്ങൾക്കറിയാം. ഞങ്ങൾക്ക് BP യെക്കുറിച്ച് മാത്രം പഠിച്ചാൽ മതി, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലൊരു ഐഡിയ കാണുമല്ലോ ഓൾറെഡി. അപ്പോൾ അങ്ങനെ നമ്മൾ BP പഠിക്കുക. BP ഈസ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് കാർ ഓർ ത്രൂ ഔട്ട് ദാറ്റ് points, all along the BP, there is equilibrium in the balance of payments. That means what we can say, our export plus capital inflow എന്ന് ഇവിടെ എഴുതുന്നുണ്ടോ, will be equal to our import plus capital outflow. ഇത് രണ്ടിലൂടെ നമുക്ക് ഡോളർ കിട്ടും. പോട്ടെ ഇത് രണ്ടും കൂടെ ഡോളർ നമുക്ക് പോകും. ഇത് രണ്ടിലൂടെ. അപ്പോൾ ഈ ഡോളർ കിട്ടുന്നു, ഡോളർ പോകുന്നതും തുല്യമായിട്ടൊരു ലൈനാണ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ലൈൻ അല്ലെങ്കിൽ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് കാർ. അവിടെയും നമുക്ക് ദിസ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് കാർ ഫോർ ആൻ ഇക്കോണമി വിൽ ബി കൺസിസ്റ്റൻറ്റ് വിത്ത് ദ ഇൻട്രസ്റ്റ് റേറ്റ് ഇൻകം ആസ് ഇൻ ദ കേസ് ഓഫ് ദി IS കാർ. ഇവിടെ എന്തുണ്ട്? ഇൻട്രസ്റ്റ്. ഇവിടെ ഉണ്ട് ആസ് ഇൻ ദ കേസ് ഓഫ് LM കാർ. ഇവിടെ എന്തുണ്ട്? ഇൻട്രസ്റ്റ് ഉണ്ട്, ഇവിടെ ഇൻകം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം കൂടെ നമുക്ക് ഒരുമിച്ച് വരയ്ക്കാം അല്ലേ. ഇത് നമുക്ക് എന്താ വരയ്ക്കാം? IS ആയി വരയ്ക്കാം. ഇത് നമുക്ക് LM ആയിട്ട് വരയ്ക്കാം. നമുക്ക് ഒരുമിച്ച് വരയ്ക്കാനുള്ള സാധ്യത എവിടെയാണെന്ന്. കാരണം ആക്സിൽ രണ്ട് സംഭവങ്ങൾ ഒരുപോലെയാണ്. Okay, so we are going to define a balance of payment curve detail later. Okay, പിന്നെ നമ്മൾ പറയുകയാണ്, ഇവിടെ നമ്മൾ പഠിക്കുമ്പോൾ പറയുകയാണെങ്കിൽ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഇവിടെ ഇക്വലിബ്രിയം ആണെങ്കിൽ ഇവിടെ നമുക്ക് കിട്ടാനുള്ള ഡോളറും കൊടുക്കാനുള്ള ഡോളറും ഈക്വൽ ആണെങ്കിൽ ഇത് കിട്ടാനുള്ള കേട്ടോ നമുക്ക് കിട്ടുന്നത്, ഇത് നമ്മുടെ ഇന്ന് പോകുന്നത് ഈ പ്രദേശത്ത് കിട്ടാനുള്ള ഡോളർ കൊടുക്കാനുള്ള ഡോളറിനേക്കാളും കൂടുതലായിരിക്കും, സർപ്ലസ് ആയിരിക്കും. ഇവിടെ കിട്ടാനുള്ള ഡോളറിനേക്കാളും കൂടുതൽ കൊടുക്കാനുള്ള ഡോളറായിരിക്കും, ഡെഫിസിറ്റ് ആയിരിക്കും. ഡോളറിന് ഫോറിൻ കറൻസിയുടെ ഒരു നമ്മളെന്താ പറയുക, ഒരു റെപ്രസെൻറ്റേറ്റീവായിട്ട് മാത്രമേ നമ്മളതിനെ കൂട്ടുന്നു. ഓക്കെ, സോ ദിസ് ലൈൻ ഷൂസ് ദാറ്റ് ദർ ഈസ് ഇക്വലിബ്രിയം ഓൾ അലോങ് ദിസ് ലൈൻ, സോ യുവർ ഡോളർ റെസിപ്റ്റ് വിൽ ബി ഈക്വൽ ടു ഡോളർ സ്പെൻഡിങ്. ഓക്കെ, ബട്ട് above that point you are having a surplus where your dollar receipts are higher than your dollar spending. On the opposite side, on the lower part of this balance of payment curve, what happens? Your dollar receipts are lower than your dollar payments and you are in a deficit. So that is the significance of this balance of payment line. Okay, pretty clear. ഇനി നമുക്കതിന് ക്യാപിറ്റൽ മൊബിലിറ്റി ഒക്കെ എന്നാണ് പഠിക്കാൻ പോകുക. ഇതൊക്കെ നമ്മൾ പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഉണ്ടോ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് കർവ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ അർത്ഥം എന്താ. പിന്നെ നമ്മളൊരു കുറച്ച് ഇങ്ങനെ നമ്മൾ പഠിക്കാൻ പോകുന്ന സംഭവങ്ങളിലൊക്കെ പ്രെഡിക്ഷൻസ് ഇവിടെ ഇങ്ങനെ എഴുതിയിട്ടേക്കുക. ഇത് ഞാൻ ഇടയ്ക്കൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് പഠിക്കേണ്ടതുണ്ട് ഫിക്സ്ഡ് എക്സ്ചേഞ്ച് സിസ്റ്റത്തിൽ ഈ ഇംപെർഫെക്റ്റ് ക്യാപിറ്റൽ കുറച്ചൊക്കെ മൂലധനം വരുന്നുള്ളൂ, കുറച്ചൊക്കെ മൂലധനം പോകുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഫിസ്ക്കൽ പോളിസി എങ്ങനെയായിരിക്കും? വെരി എഫക്റ്റീവ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇനി പെർഫെക്റ്റ് ക്യാപിറ്റൽ മൊബിലിറ്റി ആണെങ്കിൽ ഫിക്സ്ഡ് എക്സ്ചേഞ്ച് സിസ്റ്റത്തിൽ ഫിസ്ക്കൽ പോളിസി വെരി എഫക്റ്റീവ് ആയിരിക്കും. പക്ഷേ ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ചിൽ ഈ സിസ്റ്റം ഇത് രണ്ടിടത്തും അത്ര എഫക്റ്റീവ് അല്ല. ഫിസ്ക്കൽ പോളിസി ഇവിടെ നോട്ട് വെരി എഫക്റ്റീവ്, കുറച്ച് എഫക്റ്റീവ്, ഇവിടെ എഫക്റ്റീവ് അല്ല. മോണിറ്ററി പോളിസി ഇവിടെ രണ്ടിടത്തും എഫക്റ്റീവ് അല്ല. ഇവിടെ ഫിക്സ്ഡ് എക്സ്ചേഞ്ച് സിസ്റ്റത്തിൽ ഇംപെർഫെക്റ്റ് ക്യാപിറ്റൽ മൊബിലിറ്റി, പെർഫെക്റ്റ് ക്യാപിറ്റൽ മൊബിലിറ്റി. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ഡിഡക്റ്റ് ചെയ്തെടുക്കും. ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓർത്തിരിക്കാൻ വേണ്ടി ഞാനിങ്ങനെ അതിൻ്റെ കൺക്ലൂഷൻ ഒരു ബോക്സിൽ എഴുതിയിട്ടേക്കുന്നതാണ്. ഇടയ്ക്കൊക്കെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് മനസ്സിൽ നിന്നോളൂ. ഓക്കെ, പിന്നെ ഇക്വലിബ്രിയം ഇൻ ദി ഗുഡ്സ് മാർക്കറ്റ്, മണി മാർക്കറ്റ് ആൻഡ് ദി ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്, 3 ഇക്വലിബ്രിയം കണ്ടീഷനിൽ തുല്യത വരും എന്നൊക്കെ നമ്മൾ പറയാതുണ്ടോ. ചുമ്മാ സിംബോളിക്കായിട്ട് ലൈൻ വരച്ച് കണ്ടോ, ഈ 3 ഈക്വലായിട്ട് വന്നിരിക്കുന്നുണ്ടോ. അപ്പോൾ BP, LM, IS കിട്ടിയിട്ടില്ല. പോയിന്റ് ഇക്വലിബ്രിയം എന്ന് പറഞ്ഞാൽ ദ ഗുഡ്സ് മാർക്കറ്റ് വിൽ ബി ഇൻ ഇക്വലിബ്രിയം, ദി മണി മാർക്കറ്റ് വിൽ ഇക്വലിബ്രിയം, ദി വാട്ട് വി ക്യാൻ സേ ദി ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് മാർക്കറ്റ് ഓൾസോ വിൽ ബി ഇക്വലിബ്രിയം ആൻഡ് ഓൾ ദ 3 ഇക്വലിബ്രിയംസ് ആർ സൈമൾട്ടേനിയസ്ലി റിയലൈസ്ഡ് അറ്റ് പോയിന്റ് E with interest rate R0 and income Y0. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊരു സംഭവത്തിലേക്ക് നമ്മൾ പോകുന്ന ഏകദേശം പിടികിട്ടി കാണും നിങ്ങൾക്ക്. ഇനി നമുക്ക് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇത് പഠിക്കുമല്ലോ കേട്ടോ. ഒരു ബ്രീഫായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുവാണ്. അപ്പോൾ അതിൻ്റെ ഇനി നമ്മൾ നോക്കുന്നതിനറിയോ, നമ്മൾ 4 സംഭവങ്ങൾ അതിനകത്ത് 2 സെറ്റ് ഓഫ് സംഭവങ്ങൾ അല്ലെങ്കിൽ 4 സംഭവങ്ങൾ നമ്മൾ പരിഗണിക്കണം. അതിൻ്റെ ഒന്നാമത്തെ കാര്യം, നമ്മുടെ ഇക്കോണമി ഫിക്സ്ഡ് എക്സ്ചേഞ്ച് സിസ്റ്റം ആണെങ്കിൽ, ഇംപെർഫെക്റ്റ് ക്യാപിറ്റൽ മൊബിലിറ്റി ഉണ്ടെങ്കിൽ ഫിസ്ക്കൽ പോളിസി എങ്ങനെയായിരിക്കും? നല്ലതായിരിക്കും. അത് ഉപയോഗിച്ചാൽ നല്ലതായിരിക്കുമോ? മോണിറ്ററി പോളിസി എങ്ങനെയായിരിക്കും? അത് എഫക്റ്റീവ് ആയിരിക്കുമോ? ഇത് നമ്മൾ ഫിക്സ്ഡ് എക്സ്ചേഞ്ച് സിസ്റ്റമാണ്. പെർഫെക്റ്റ് ക്യാപിറ്റൽ മൊബിലിറ്റി ആണെങ്കിൽ എങ്ങനെയായിരിക്കും? ശരിയല്ലേ? രണ്ടാമത്തെ പോസിബിലിറ്റി. ഇനി ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് സിസ്റ്റമാണ്. ഇംപെർഫെക്റ്റ് ക്യാപിറ്റൽ മൊബിലിറ്റി ആണെങ്കിൽ നമ്മുടെ ഫിസ്ക്കൽ പോളിസിയും മോണിറ്ററി പോളിസിയും എങ്ങനെയായിരിക്കും? മൂന്നാമത്തെ. ഇനി ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് സിസ്റ്റമാണ്. പെർഫെക്റ്റ് ക്യാപിറ്റൽ മൊബിലിറ്റി ആണെങ്കിൽ എങ്ങനെയായിരിക്കും ഫിസ്ക്കൽ പോളിസി, മോണിറ്ററി പോളിസി? ഓരോ കേസിലും a combination of A and 1.
where how is the fiscal policy, how effective is the fiscal policy, how effective is the monetary policy, a combination of A and 2, then how effective will be the fiscal policy and how effective will be the monetary policy. Then similarly, a combination of what, B and 1, and how effective is the fiscal policy and how effective is the monetary policy. Then we are coming to last possibility or combination of factors, that is a combination of flexible exchange rate system with perfect capital mobility. Then how effective will be the fiscal policy and the monetary policy. So these are the issues that we are going to study in this class under ISLM BP. മനസ്സിലായല്ലോ? നമ്മൾ ബേസിക്കായിട്ട് കടന്നു പോകുന്നുള്ളൂ. ബാക്കി കാര്യങ്ങൾ ഡീറ്റെയിൽ ഈ ഒരു കാര്യങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ഈ കോമ്പിനേഷൻ വെച്ചുള്ള ഒരു കളിയാണ് നമ്മളിവിടെ, ഒരു ഗെയിമാണ് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളിവിടെ ചെയ്യേണ്ടത്. അത് നമ്മൾ വളരെ ഭംഗിയായിട്ട് നമ്മൾ നോക്കിയില്ല, ഓർത്തിരിക്കേണ്ടി വരും. അപ്പോൾ ഓർത്തിരിക്കുക എന്ന് പറഞ്ഞാൽ അതിന് ചില മെത്തേഡൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇടയ്ക്കൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഉണ്ട് ഒന്നാമത്തെ ഫിക്സ്ഡ് എക്സ്ചേഞ്ച് സിസ്റ്റം, എഫക്റ്റീവ്നെസ് ഓഫ് ഫിസ്ക്കൽ പോളിസി മെത്തേഡ് വിത്ത് വേരിയിങ് ക്യാപിറ്റൽ, പെർഫെക്റ്റ് ആവാം ഇംപെർഫെക്റ്റ് ആവാം. ഇവിടെ നമ്മൾ ആദ്യം നോക്കാം ഫിക്സ്ഡ് എക്സ്ചേഞ്ച് സിസ്റ്റം വിത്ത് പെർഫെക്റ്റ് ക്യാപിറ്റൽ മോബിലിറ്റി. അവിടെ മോണിറ്ററി പോളിസി എങ്ങനെയായിരിക്കും? അവിടെ ഫിസ്ക്കൽ പോളിസിയാണ് ഡയഗ്രം കേട്ടോ. അവിടെ മോണിറ്ററി പോളിസി എങ്ങനെയായിരിക്കും? മോണിറ്ററി പോളിസി അല്ലേ, അപ്പോൾ ഇവിടെ ഫിസ്ക്കൽ പോളിസിയാണ്. സോറി കേട്ടോ. അത് ജസ്റ്റ് റിപ്പീറ്റ് ചെയ്യുന്നുള്ളൂ, പറഞ്ഞു തന്നോളാം. ഓക്കെ, ദെൻ കംസ് ഹൗ എഫക്റ്റീവ് വിൽ ബി ദി ഫിസ്ക്കൽ പോളിസി. നമ്മുടെ ഫിസ്ക്കൽ പോളിസി എങ്ങനെയാണ് നമ്മൾ നോക്കി. ഇനി നമുക്ക് ഇത് ഞാൻ അതുപോലെ ഇടയ്ക്കൊക്കെ ആ ബോക്സ് അതുപോലെ ഇടുന്നുള്ളൂ. ദെൻ ഫിക്സ്ഡ് എക്സ്ചേഞ്ച് സിസ്റ്റത്തിൽ വരുമ്പോൾ ഇംപെർഫെക്റ്റ് ക്യാപിറ്റൽ ഫിക്സ്ഡ് എക്സ്ചേഞ്ച് സിസ്റ്റം നമ്മൾ നോക്കുക. അവിടെ ഇംപെർഫെക്റ്റ് ക്യാപിറ്റൽ മൊബിലിറ്റി വരുമ്പോൾ മോണിറ്ററി പോളിസി എങ്ങനെയായിരിക്കും? ഫിക്സ്ഡ് എക്സ്ചേഞ്ച് സിസ്റ്റം തന്നെയാണ് നമ്മൾ നോക്കുന്നത്, നമ്മൾ ആദ്യം നോക്കിയത്. പക്ഷേ നമ്മൾ നേരത്തെ പെർഫെക്റ്റ് ക്യാപിറ്റൽ മൊബിലിറ്റി ആയിരുന്നു, ഇവിടെ ഇംപെർഫെക്റ്റ് ക്യാപിറ്റൽ മൊബിലിറ്റി എങ്ങനെയായിരിക്കും? ഇനി അതുപോലെ തന്നെ ഫിക്സ്ഡ് എക്സ്ചേഞ്ച് സിസ്റ്റത്തിൽ ഇനി ഫിസ്ക്കൽ പോളിസി എങ്ങനെ എഫക്റ്റീവ് ആയിരിക്കും? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് സിസ്റ്റം. കാരണം ഇന്നുമ്പോൾ നമ്മൾ എന്താ പഠിച്ചത്? ഫിക്സ്ഡ് എക്സ്ചേഞ്ച് സിസ്റ്റം. ഇനി നമ്മൾ ബി എന്ന് പറയുന്നത് ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് സിസ്റ്റം. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഫിക്സ്ഡ് എക്സ്ചേഞ്ച് സിസ്റ്റം. ഇവിടെയുണ്ട് ഡിഫറെൻറ്റ് ഫിസ്ക്കൽ ആൻഡ് മോണിറ്ററി പോളിസി, വേരിയിങ് ക്യാപിറ്റൽ മൊബിലിറ്റി, പെർഫെക്റ്റ് ഇംപെർഫെക്റ്റ്. ഓക്കെ, അപ്പോൾ ആ കോമ്പിനേഷൻ ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് സിസ്റ്റം പെർഫെക്റ്റ് ക്യാപിറ്റൽ മൊബിലിറ്റി വരുമ്പോൾ എങ്ങനെയായിരിക്കും? എന്തെങ്ങനെയായിരിക്കും? ഫിസ്ക്കൽ പോളിസി എങ്ങനെയായിരിക്കും? ഒന്നാമത് മോണിറ്ററി പോളിസി എങ്ങനെയായിരിക്കും? രണ്ടാമത് ഫിസ്ക്കൽ പോളിസി എങ്ങനെയായിരിക്കും? ഓക്കെ, ദെൻ സിമിലർലി നെക്സ്റ്റ് കംസ് ഫ്ലെക്സിബിൾ സിസ്റ്റത്തിൽ ഇംപെർഫെക്റ്റ് ക്യാപിറ്റൽ മൊബിലിറ്റി. അന്നൊരു മോണിറ്ററി പോളിസി എങ്ങനെയായിരിക്കും അല്ലേ? അതിൻ്റെ എഫക്റ്റീവ്നെസ് എങ്ങനെയായിരിക്കും നമ്മൾ പഠിക്കാൻ പോകുന്നത്. ദെൻ ഫിസ്ക്കൽ പോളിസിയുടെ എഫക്റ്റീവ് എങ്ങനെയായിരിക്കും? ഇത്രയും കൂടി നമ്മുടെ ടോപ്പിക്ക് തീർന്നു. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ ആ കോമ്പിനേഷനൊക്കെ പറഞ്ഞ് ഓർക്കുന്നില്ലേ? ഫിക്സ്ഡ് എക്സ്ചേഞ്ച് സിസ്റ്റം, ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് സിസ്റ്റം, ആൻഡ് ഇൻ ബോത്ത് ദീസ് കേസസ് വാട്ട് വിൽ ബി ദ എഫക്റ്റീവ്നെസ് ഓഫ് ബി ആണ് ജസ്റ്റ് ഓർക്കുക. എഫക്റ്റീവ്നെസ് ഓഫ് ഫിസ്ക്കൽ ആൻഡ് മോണിറ്ററി പോളിസി വിത്ത് വേരിയിങ് ക്യാപിറ്റൽ മൊബിലിറ്റി, ഇംപെർഫെക്റ്റ് ആൻഡ് പെർഫെക്റ്റ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ ബി എന്ന് പറഞ്ഞാൽ ഫ്ലെക്സിബിൾ ആണെന്ന് കണ്ടു. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എവിടെ ഉണ്ടോ? എ എന്ന് പറഞ്ഞാൽ ഫിക്സഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക്, ഫിക്സ്ഡ് എക്സ്ചേഞ്ച്. ഇതാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക്. അപ്പോൾ നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് ഞാനിപ്പം നമ്മൾ ചെയ്തതെല്ലാം ഒന്ന് ഡിലീറ്റ് ചെയ്തോട്ടെ. ഒരു സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഡിലീറ്റ് ചെയ്യാൻ വെച്ച സമയം വേണ്ടി വരും. ഒത്തിരി എനിക്ക് വരച്ചിട്ട് നമ്മൾ പോയായിരുന്നല്ലോ. വ്യൂ വേണം, റേറ്റ് മോഡ് ഇടാം, ഒന്നുകൂടെ കൊടുക്കാം. കുറച്ച് ഡിലീറ്റ് ആക്കാം. ഓക്കെ, മുഴുവൻ ഡിലീറ്റായി. നിങ്ങളെല്ലാവരും കാപ്പിയൊക്കെ കുടിച്ചാണല്ലേ? കാപ്പി കുടിച്ചിട്ടില്ലെങ്കിൽ കാപ്പിയൊക്കെ എടുത്ത് അടുത്ത് വെച്ചു. ഞാൻ കാപ്പി കുടിച്ച. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഓക്കെ, തുടക്കം തൊട്ട് എന്താണ് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക്? ISLM BP model. So the ISLM BP model, okay, also known as the Mundell-Fleming model, is an extension of the ISLM model just formulated by the economists Robert Mundell and Marcus Fleming. The ISLM BP model studies equilibrium in the open economic context. അപ്പോൾ നമ്മളോട് ISLM BP മോഡൽ എന്ന് ചോദിക്കലായിരിക്കും ചിലപ്പോൾ നമ്മളോട് യു എക്സ്പ്ലെയിൻ ദ മുണ്ടൽ ഫ്ലെമിംഗ് മോഡൽ ത്രൂ
ദി ISLM അപ്രോച്ച് എന്നായിരിക്കും ചോദിക്കുന്നത്. ചിലപ്പം എക്സ്പ്ലെയിൻ ഇക്വിലിബ്രിയം ഇൻ ദി ഓപ്പൺ ഇക്കോണമി കോണ്ടെക്സ്റ്റ് എന്നായിരിക്കും ചോദിക്കുക. നമുക്ക് 3 രീതിയിൽ ചോദിക്കാം. എപ്പോഴും ഇത് തന്നെയാണ് ആൻസർ എന്ന് നമ്മൾ ഓർത്തിരിക്കണം. ഓക്കെ, സോ വി ആർ ഗോയിങ് ടു സ്റ്റഡി അബൌട്ട് ദ ISLM BP model or balance of payment model. BP is the short form for balance of payment, or we are studying the Mundell-Fleming model, or we are going to study about the equilibrium in the open economy setup. Okay, in addition to the equilibrium in the goods market, first in the money market, second, and we are also incorporating the external sector. ഓക്കെ, നമ്മൾ ഓൾറെഡി എല്ലാം പഠിച്ചാണ്. അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നു? എക്സ്റ്റേണൽ സെക്ടറും കൂടെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇൻറ്റഗ്രേറ്റിംഗ് ദി ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് പൊസിഷൻ. ഹെൻസ് അണ്ടർ ദി ISLM BP model it is used to explain the equilibrium in the economy by simultaneously showing the goods market, the money market and the external sector. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഓക്കെ, ദെൻ വി ആർ ഗോയിങ് ടു ഡിറൈവ് ദി IS curve. ആക്ച്വലി വി ആർ നോട്ട് ഗോയിങ് ടു ഡിറൈവ് ദി IS curve. അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ IS curve ഉണ്ടെന്ന് ഇവിടെ നമ്മൾ IS curve ഡിറൈവ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ ഡെറിവേഷൻ ഇട്ടിട്ട് ചുമ്മാ ഈ ഒരു ഇക്വേഷനൊക്കെ ഇട്ടിട്ട് IS curve ഒന്നിൻ്റെ ഷേപ്പ് കാണിച്ച് കഴിഞ്ഞാൽ സാറിൽ ഇങ്ങനെ വരച്ച് വെച്ചാൽ മാത്രം മതി. നമുക്ക് ഇത്ര പേജിലേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, so IS curve, what it shows the market consistent with the money market and the balance of payment. IS curve ഇതെല്ലാം കൂടെ in an open economy the equilibrium condition in the market for goods should consider production for consumption, investment, government expenditure, net exports. എന്തൊക്കെയുണ്ട്? ആൾക്കാരുടെ കൺസംഷൻ, ബിസിനസ്സുകാരുടെ ഇൻവെസ്റ്റ്മെൻറ്റ്, ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ, പിന്നെ എക്സ്പോർട്ട്. ഇപ്പം നമ്മൾ പറഞ്ഞ എന്താണെന്നറിയാം, കൺസംഷൻ കൂടിക്കഴിഞ്ഞാൽ IS curve മുകളിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. പഠിച്ചതാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് കൂടിക്കഴിഞ്ഞാൽ IS curve മുകളിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. അതും പഠിച്ചത്. ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ കൂടിക്കഴിഞ്ഞാലോ ദി സെയിം ആണ് IS curve will shift upwards and rightwards. നമ്മൾ പഠിച്ച ശരിയല്ലേ? നോ പ്രോബ്ലം. ആൻഡ് സിമിലർലി വെൻ ദി എക്സ്പോർട്ട് ഗോസ് അപ്പ് then also the IS curve will shift upwards or rightwards. ഓക്കെ, ഇപ്പം ഇവിടെ കിട്ടിയല്ലോ IS curve നമ്മൾ എന്തെല്ലാം ഈ ഫാക്ടേഴ്സ് എങ്ങനെ വർക്ക് ചെയ്യുന്നത് ഇമ്പോർട്ട് ആണെങ്കിൽ നേരെ തിരിച്ചു വരും. ഓക്കെ, സോ the IS curve integrates all these expenditure of production components. It integrates all these expenditure and production components. Okay, so that is the significance of IS curve and uniqueness of IS curve in an open economy setup. It integrates net exports as well. The equilibrium, which is comprising of the 4 sector, can be given as C y minus T ആണല്ലോ ടാക്സ് നമ്മൾ ഒഴിവാക്കോട്ടോ, plus I plus G plus net export. So all the 4 sectors are there, and in indicating the BP there is the component of what നെറ്റ് എക്സ്പോർട്ട്. നമ്മൾ IS curve ഇവിടെ കാണിക്കുക. ഈ IS curve നമ്മൾ പഴയ IS curve തന്നെ, യാതൊരു വ്യത്യാസമില്ല അല്ലേ? സെയിം. ദി IS curve shows that there is negative relation between income and output and rate, income or output and rate of interest. It has a negative slope. When there is high rate of interest, the income will be low. When there is low rate of interest, the income will be high. So അതെല്ലാം നമ്മൾ കണ്ട അതിൻ്റെ റീസൺ. An increasing interest rate will produce a reduction in production through its effect on what? Investment. Will produce a reduction. ഓക്കെ, പ്രശ്നമില്ലല്ലോ. എക്സ്റ്റേണൽ സെക്ടറാണ് ഇത് ഭയങ്കര പ്രധാനപ്പെട്ട. ഇത് നിങ്ങൾ ഓർത്തിരിക്കണം. നമ്മൾ ഈ ടോപ്പിക്കിൻ്റെ പ്രത്യേകത എന്താ പറയുക, മനസ്സിലാക്കിയില്ലേ നമുക്ക് പഠിക്കാൻ പറ്റില്ല. ഒത്തിരി ബാക്കി ടോപ്പിക്കുകളും നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ നമ്മൾ തന്നെ വായിച്ചു കഴിഞ്ഞ് ഇവിടെ ഇട്ടാൽ ഇച്ചിരി പാടാം. അത് നമുക്ക് ഒരു ബുക്ക് തന്നെയും പാടാം. ഒരു 2-3 ബുക്കൊക്കെ എടുത്ത് വായിക്കാം. ഞാനിതിന് നിങ്ങൾക്ക് സോഡസ്റ്റിൻ എന്ന് പറഞ്ഞ ബുക്കാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. എൻ്റെ നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പം അതില്ല. അപ്പോൾ ഞാനത് പക്ഷെ അത് വെച്ചാൽ നോട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കി പോയേ പറ്റൂ. ദർ ഇസ് നോ അതർ ഓപ്ഷൻ. ഐദർ you have the option not to study this topic, or if you are studying, you first understand. ഓക്കെ, അപ്പോൾ നെറ്റിനൊക്കെ ഇത് ഭയങ്കര പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. ഇൻ്റർനാഷണലിലും പ്രധാനപ്പെട്ടതായതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കി പോകാൻ രക്ഷയില്ല. സോ കമ്മിങ് to this topic, how the external sector is accommodated under IS curve. In the ISLM BP model, we had to integrate the external sector by adopting the exchange rates. Exchange rate changes in the form of appreciation, depreciation of the domestic currency. Similarly, the exchange rate movement under fixed exchange rate system will be devaluation, whereas exchange rate changes under a flexible exchange rate is known as appreciation and depreciation. അപ്പോൾ നമ്മളിവിടെ എക്സ്റ്റേണൽ സെക്ടറിൽ എക്സ്ചേഞ്ച് റേറ്റ് ഉണ്ട്. എക്സ്ചേഞ്ച് റേറ്റ് കൂടിക്കഴിഞ്ഞാൽ ട്രേഡിന് എന്ത് സംഭവിക്കും? എക്സ്ചേഞ്ച് റേറ്റ് കൂടുക എന്ന് പറഞ്ഞാൽ ഡിപ്രീസിയേഷൻ. അന്നേരം ട്രേഡിന് എക്സ്പോർട്ടിന് എന്ത് സംഭവിക്കും? ഇമ്പോർട്ടിന് എന്ത് സംഭവിക്കും? അന്നേരം IS curve എന്ത് സംഭവിക്കും? ഇങ്ങനെ ഒരു കണക്റ്റഡ് തിങ്കിങ് നമ്മൾ പഠിക്കേണ്ടി വരും. ഓക്കെ, സോ അതൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. ഇങ്ങനെയൊക്കെ ഒരു സംഭവമാണെന്ന് സൂചിപ്പിച്ചിട്ടേ ഈ പാരഗ്രാഫിലുള്ളൂ. ഇനി ട്രേഡ് ആൻഡ് ഷിഫ്റ്റ് ഇൻ ദ IS curve. Exports and imports have implication in the IS curve. Here an increase in export causes net export increase and thus IS curve shift towards right.
നമ്മൾ പറഞ്ഞ ഇപ്പം പറഞ്ഞ സംഭവം ഇമ്പോർട്ടാണെങ്കിലോ ഇമ്പോർട്ട് കൂടുതലാണ് ഇങ്ങോട്ട് വരും. നെറ്റ് എക്സ്പോർട്ടിൻ്റെ കാര്യം കേട്ടോ. നെറ്റ് എക്സ്പോർട്ടിന് ഇമ്പോർട്ട് കഴിഞ്ഞ് മിച്ചം എത്ര എക്സ്പോർട്ട് ഉണ്ട്, അത് കൂടുകയാണെങ്കിൽ ഐ സ്ക്വയർ മുകളിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. നെറ്റ് എക്സ്പോർട്ട് നെഗറ്റീവ് ആണെങ്കിലോ എന്ന് പറഞ്ഞാൽ നെറ്റ് ഇമ്പോർട്ട് ആണെങ്കിലോ ഐ സ്ക്വയർ താഴോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഓരോ പ്രാവശ്യം താഴോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇൻകം കുറയുമെന്ന് അറിയാലോ, മുകളിലോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇൻകം കൂടുമെന്ന് അറിയാലോ. അപ്പോൾ നമുക്ക് അക്കാര്യമൊക്കെ ബേസിക്കലി നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ കോണ്ടെക്സ്റ്റിൽ ഓർത്തിരിക്കണം, നമുക്കത് റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. സോ ദി എക്സ്പോർട്സ് ഒരു സെക്കൻഡ് ഞാൻ ഡിലീറ്റ് ചെയ്തോട്ടെ, ഡിലീറ്റ് ദാറ്റ് ഫസ്റ്റ്. ഡിലീറ്റ് ചെയ്യാൻ പാടാം കേട്ടോ, നോക്കട്ടെ. നിങ്ങളെല്ലാം ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ശ്രദ്ധിക്കുന്നില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പൊന്നുമില്ല, എന്നാലും ശ്രദ്ധിച്ചിരിക്കണം. ഡിലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഒരു അവസ്ഥ ഇങ്ങനെയാണ്, പല പ്രാവശ്യം നമ്മൾ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ മുമ്പോട്ട് വരാം. ഓക്കെ, ഓൺലൈൻ ഡിലീറ്റ് ചെയ്ത് നമ്മൾ ഈ സെൻറ്റൻസ് പറഞ്ഞേക്ക് തന്നെ നോക്കുക. ഈ പാരഗ്രാഫിൽ സെൻറ്റൻസേ ഉള്ളൂ, അല്ല 2 സെൻറ്റൻസ്. എക്സ്പോർട്സ് ആൻഡ് ഇമ്പോർട്ട്സ് ആർ ഇംപ്ലിക്കേഷൻ ഓഫ് യെസ് കാർ ഹിയർ ആൻഡ് ഇൻക്രീസ് ഇൻ എക്സ്പോർട്ട് കോസസ്. ഓക്കെ, നമ്മൾ പറഞ്ഞു തന്നെ, പിന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഷിഫ്റ്റ് ചെയ്ത് ലെഫ്റ്റ് കണ്ടല്ലോ. ഇനി ബേസിക്സ് ഓഫ് എക്സ്റ്റേണൽ സെക്ടർ. ഇത് നിങ്ങൾ ഡിഗ്രിക്ക് പഠിച്ചിട്ടില്ല എന്നെനിക്ക് തോന്നുന്നു, ഏകദേശം ഒരു ഉറപ്പാണ്. കേട്ടിട്ടൊക്കെ കാണും, പക്ഷേ ആ രീതിയിൽ അങ്ങ് പഠിച്ചു പോയിട്ട് വേണമെങ്കിലായിരിക്കും. നമ്മൾ ഈ PGയുടെ ഒരു കാര്യങ്ങൾ പിടികിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു ബേസിക്സ് ഡിഗ്രി എക്കണോമിക്സുകാരെ മാത്രം ഉദ്ദേശിച്ച് പറയുന്നു കേട്ടോ. മാത്സുകാർ പഠിച്ചിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇച്ചിരി ബേസിക്സ് പഠിക്കും അവിടെ. ടു അണ്ടർസ്റ്റാൻഡ് ദി ഓപ്പൺ ഇക്കോണമീസ് of the ISLM BP model is working, one should have the basics about the exchange sector. Here the exchange rate system. Okay, exchange rate system can be of 2 types, fixed and flexible. And in those exchange rates, the exchange rate movements are described differently. Another basic terminology is capital mobility. ബോൾഡ് ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ബോൾഡ് ഇത് എപ്പോഴും ഉപയോഗിക്കേണ്ട ഒരു വാക്കാണ്, ക്യാപിറ്റൽ മൊബിലിറ്റി. ക്യാപിറ്റൽ ഇങ്ങോട്ട് വരുന്നു അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് വരുന്നു അങ്ങോട്ട് പോകും. അതിന് മാത്രം ഇൻഫ്ലോ ക്യാപിറ്റൽ ഇങ്ങോട്ട് വരുന്ന ക്യാപിറ്റൽ ഇൻഫ്ലോ അങ്ങോട്ട് പോകുന്ന ക്യാപിറ്റൽ ഔട്ട്ഫ്ലോ, രണ്ടിനെയും കൂടെ കൂട്ടി നമ്മൾ ക്യാപിറ്റൽ മൊബിലിറ്റി. എപ്പോഴും ക്യാപിറ്റൽ ഇങ്ങോട്ട് വരുന്നു അങ്ങോട്ട് പോകുന്നു പറയേണ്ട കാര്യമില്ല, ക്യാപിറ്റൽ മൊബിലിറ്റി എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ, സോ ക്യാപിറ്റൽ മൂവ്മെൻറ്റ്സ്, ക്യാപിറ്റൽ ഇൻഫ്ലോസ് ആൻഡ് ഔട്ട്ഫ്ലോസ് വിച്ച് collectively called as what we can say capital mobility. Now coming to the first set of concept, type of exchange rate system. What is exchange rate system? For the understanding of all those students who studied mathematics, I will explain what is exchange rate system. Okay, അപ്പോൾ അതിൻ്റെ ഒരു സിമ്പിൾ എക്സ്പ്ലനേഷൻ അറിയാം. നിങ്ങളിപ്പം ഡോളർ മേടിക്കുക, ഒരു എന്തെങ്കിലും സാധനം വിദേശത്ത് നിന്ന് ഓൺലൈനായിട്ട് മേടിച്ചു, വിദേശത്ത് നിന്നല്ല നമ്മൾ വിദേശത്ത് നിന്ന് ഇറക്കുമ്പോൾ ഇത് ആമസോണിക്കോ ഫ്ലിപ്കാർട്ടിക്കോ നമ്മൾ മേടിക്കുകയാണെങ്കിൽ അതിൻ്റെ സൈഡിലോട്ട് എഴുതി വെച്ചിട്ട് കാണും ഇത് വിദേശത്ത് നിന്ന് വരുന്നതാണ്, ഓർഡർ 37 ദിവസം 40 ദിവസം കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ വരുന്നൊക്കെ അങ്ങനെ എഴുതി വെക്കും. എന്നിട്ട് പറയും ഒരു 10-13% ഞങ്ങൾക്ക് എന്താ വേറൊരു പ്രത്യേക പേരൊക്കെ പറയും, എൻ്റെ പേര് ഞാൻ മറന്നു കേട്ടോ. നമ്മളെന്താ കസ്റ്റംസ് എന്തൊക്കെ പറഞ്ഞിട്ട് അവർ പറയും. ഡ്യൂട്ടി ടാക്സ് ഒന്നുമല്ല, അതിൻ്റെ നമ്മളോട് ഇങ്ങനെ അഡീഷണൽ പൈസ മേടിക്കും. അപ്പം നമ്മളത് ഓടിപ്പോൾ എന്നാന്നറിയാം, 1500 രൂപ എന്ന് വിചാരിച്ചു. നമ്മൾ ഓടിപ്പോൾ അതിനെ 75 കൊണ്ട് ഡിവൈഡ് ചെയ്യും, എത്ര $ആയിപ്പോയെന്ന്. സോറി കേട്ടോ. എന്നിട്ട് നമ്മൾ ആ സംഭവം ഉണ്ടല്ലോ, 75, അപ്പോൾ നമുക്കൊരു വില കിട്ടി. എത്ര $ആയി കാണുമായിരിക്കും, 750 $20 ആയില്ലേ, ആയി കാണുമായിരിക്കും. അപ്പോൾ $20 ഉടനെ Amazon.com പോയി നോക്കും, അമേരിക്കയിൽ ഇതിനകത്ത്. അപ്പം നമുക്ക് അതിന് $8 മനസ്സിലായി. അവിടെ $8 സാധനം നമുക്ക് $20 ഇവിടെ തരുക. അവിടെ നമ്മൾ 75 കൂടെ 150 4 600 രൂപയ്ക്കിട്ട് സാധനം നമ്മളെ 1500 രൂപയ്ക്ക് നമുക്ക് തരും അവിടെ, മനസ്സിലായല്ലോ. അപ്പോൾ അതിന് കമ്പയർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഡോളറിൻ്റെ വാല്യൂ ആയിട്ട് റുപ്പി വാല്യൂ ആയിട്ട് ഡിവൈഡ് ചെയ്തു. 75 രൂപ നമുക്ക് ഇവിടെ. ഇങ്ങനെ സാധനം നേരത്തെ മേടിക്കുമ്പോഴാണ് നമ്മുടെ കൈ പൊള്ളുമ്പോഴാണ് നമ്മൾ ഡോളറിൻ്റെ എക്സ്ചേഞ്ച് റേറ്റ് പഠിക്കാൻ നമുക്ക് ഇച്ചിരി ഒരു സുഖം വരുന്നത്, അല്ലെങ്കിൽ നമുക്ക് ശരിക്കും പിടികിട്ടുന്നത്. അപ്പോൾ അവിടെ എന്നിട്ട് നമ്മൾ ഉടനെ ഈ 75 രൂപ നമ്മളോട് പക്ഷേ പറഞ്ഞേക്കുന്നത് 78 രൂപ എന്നാണ് പറഞ്ഞേക്കുന്നത്. 75 രൂപ നമ്മളോട് പറഞ്ഞേക്കുന്നത് എത്ര? 78 രൂപ. അപ്പോൾ നമ്മൾ ഇതാരാ 78 തീരുമാനിച്ചാൽ? മാർക്കറ്റ് ഇന്നത്തെ പത്രത്തിൽ $1 75 രൂപയാണെന്നാണല്ലോ എന്ന് നമ്മൾ പറയും. 78 അവർ വേറെ കുറേ കോസ്റ്റൊക്കെ കൂട്ടിയിട്ട് നമ്മുടെ തലക്ക് കെട്ടിയേപ്പിച്ച് കൂടിയ വില $1 78 രൂപ. ഓക്കെ, സോ ദർ ഈസ് എ സിസ്റ്റം which determines the exchange rate. So we call it as the exchange rate system. ഇപ്പോൾ നമ്മളിപ്പം ഇലക്ഷൻ നടത്താൻ ഒരു സിസ്റ്റം വേണം, നമ്മുടെ കോവിഡിൻ്റെ കാര്യങ്ങൾ മാനേജ് ചെയ്യേണ്ട ഒരു സിസ്റ്റം വേണം. അപ്പോൾ നമുക്കൊരു സിസ്റ്റം ഉണ്ട് that determines the exchange rate between different currencies. We call it as exchange rate system. So traditionally there are 2 types of exchange rate system. The first one is fixed exchange rate system. We also call it as pegged exchange rate system. Second is called flexible or floating. Okay, ആ പേര് പറയുന്ന പോലെ തന്നെയാണ് എല്ലാം. അപ്പോൾ ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിലുണ്ടല്ലോ, ദി എക്സ്ചേഞ്ച് റേറ്റ് ഈസ് ഫിക്സ്ഡ് അറ്റ് ₹75 = $1 throughout
that is called a fixed exchange. Then who fixes it? The central bank fixes it. Or you can say it is sometimes some books you can see it is the government fixes it. But correct ആയിട്ടുള്ള സെൻട്രൽ ബാങ്ക് എക്സ്ചേഞ്ച് റേറ്റ് ഫിക്സ് ചെയ്യും. ആൻഡ് സച്ച് എക്സ്ചേഞ്ച് സിസ്റ്റം ഈസ് കോൾഡ് ഫിക്സ്ഡ് എക്സ്ചേഞ്ച് സിസ്റ്റം. ഓക്കെ, ഓൾവേസ് യു ആർ getting $1 at how much 70 by when you are spending 75 rupees. Okay, so that type of exchange rate system is administered. അല്ലേ, നമ്മൾ അതിനെ വിളിക്കും administered by whom? Administered by the central bank. ഓക്കെ, അപ്പോൾ സെൻട്രൽ ബാങ്ക് പ്രധാനപ്പെട്ട ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണോ. നമ്മൾ ഗവൺമെൻറ് എന്നൊക്കെ എപ്പോഴും പറയാൻ പറ്റത്തില്ല. സെൻട്രൽ ബാങ്ക് വളർന്ന് ഭയങ്കരമായിട്ട് അങ്ങ് വളർന്നുപോയി. ഇക്കോണമിയെ മാനേജ് ചെയ്യാൻ അവർ ഭയങ്കര പ്രബല ശക്തിയായി വന്നു കഴിഞ്ഞ ഓവർ ദ ലാസ്റ്റ് 25, 35, 50 ഇയേഴ്സിനുള്ളിൽ. അപ്പം ഗവൺമെൻറ് പല കാലത്ത് ചെയ്തുകൊണ്ടിരുന്ന ഫംഗ്ഷൻസൊക്കെ സെൻട്രൽ ബാങ്കാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സെൻട്രൽ ബാങ്കിനെ കുറിച്ച് ഇങ്ങനെ പറയുക, സെൻട്രൽ ബാങ്ക് എക്സ്ചേഞ്ച് റേറ്റ് ഫിക്സ് ചെയ്യുന്ന ഗവൺമെൻറ് with the help of the government, with the control of the assistant government, with such a system is called fixed exchange system, where there is no fluctuation in the value of rupee from 75 to 78 or 65 like that. Exchange rate will be always kept at 75. Okay, now coming to the second variant of the exchange rate system, where the exchange rate will be floating. In India it goes like that. 3 years back, into rather 10 years back it was around 50. Now it becomes 75 per $1. Okay, so this is the time 2021, and now this type of exchange rate, where the exchange rate that way, right? Okay, so where the exchange rate fluctuates with what? If exchange rate is fluctuating 75 to 78, back to 77, again to 72 like that, if the exchange rate it fluctuates in accordance with demand for dollar and supply of what? Dollar. Such exchange rate system is known as flexible or floating exchange rate system. Exchange rate is basically determined in the market, in the open market, through the operation of market forces like demand for dollar and supply of dollar. മനസ്സിലായല്ലോ? ഡോളർ സപ്ലൈ ചെയ്യുന്ന ആരാണ് ഡോളർ ഉള്ളവർ? നമ്മൾ എക്സ്പോർട്ടേഴ്സാണ് ഡോളറുള്ളത്. നമ്മുടെ റിലേറ്റീവ്സ് പുറത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് റെമിറ്റൻസ് ഉണ്ട്, അവർ ഡോളർ കൊണ്ടുവരും. പിന്നെ അതുപോലെ വിദേശത്ത് നിന്ന് ഇങ്ങോട്ട് ഒരു ക്യാപിറ്റൽ കൊണ്ടുവന്ന ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഡോളർ ഉണ്ട്. ഇവരെല്ലാം ഡോളർ ഇങ്ങോട്ട് നമുക്ക് സപ്ലൈ ചെയ്യും. ഇനി ആരാണ് ഇവിടുന്ന് ഡോളർ സപ്ലൈ ചെയ്യുന്നത്? ഡിമാൻഡ് ചെയ്യുന്ന ആരാണ്? നമ്മൾ ഇവരെല്ലാം സപ്ലൈ ചെയ്യുന്നതാണ്. ഡിമാൻഡ് ചെയ്യുന്ന ആരാണ്? ഇമ്പോർട്ടേഴ്സ്. ശരിയല്ല, ക്രൂഡ് ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്ന കമ്പനികൾക്ക് എന്ത് വേണം? ഡോളർ വേണം. നമ്മൾ വിദേശത്ത് പഠിക്കാൻ പോവുകയാണെങ്കിൽ നമുക്ക് ഡോളർ വേണം. പ്ലസ് ടൂറിന് വേണമെങ്കിൽ നമുക്ക് ഡോളർ വേണം. നമ്മളെല്ലാം ഡിമാൻഡ് ചെയ്യും. ശരിയല്ല, ഡോളർ ഡിമാൻഡ് ചെയ്യും. ഇനി അതുപോലെ ഇവിടുന്ന് വിദേശത്ത് വയ്ക്കുന്ന ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഡോളർ പുറത്തേക്കും ഉണ്ട്. ശരിയല്ല, ഇന്ത്യ വിദേശത്തേക്ക് ഡോളർ പൈസ തിരിച്ചാൽ ഡോളർ കടം തിരിച്ചടക്കുകയാണെങ്കിൽ നമ്മൾ ഗവൺമെൻറ് ഡോളർ മേടിക്കും. സോ ഓൾ ദീസ് ആർ people or entities are demanding foreign currency, or what we can say demanding foreign dollar. Okay, so dollar എന്ന് പറഞ്ഞൊരു പ്രതീകാത്മക കറൻസി ആകും. ഡോളർ ആകാം, സ്റ്റെർലിംഗ് ആകാം, യുവാൻ ആകാം, yen ആകാം, സോ അല്ലെങ്കിൽ യൂറോ ആകാം. So we are considering only, we are taking dollar as a representative of foreign currency. So such exchange rate system, which is what we can say, where the exchange rate is determined through the open market forces, there is no active central bank intervention. Such exchange rate system, we call it as for flexible. The exchange rate is flexible, the exchange rate is floating, the market determines the exchange rate, the central bank has no role in it. Okay, so such exchange rate we call it as what we can say flexible exchange rate system. ഇപ്പോൾ ഇന്ത്യയിൽ എങ്ങനെയാണെന്ന് നോക്കാം. ഇന്ത്യയിലത് വ്യത്യാസമുള്ള എക്സ്ചേഞ്ച് സിസ്റ്റം. ഇപ്പോൾ ഇന്ത്യയിലത് actually India's exchange rate system is known as managed floating. So you are managing the floating. Who is managing the floating? What is floating? The exchange rate will be floating like that. Yesterday it was 74.23, today it is 74. Today it is 74.12 like that. Exchange rate will be fluctuating daily, not steep fluctuation. Okay, only mild fluctuation. And so in the short run, over the next week or the day after next week, so or the week after the next. So in that way, the exchange rate will be floating, but that floating will be managed by the central bank or the RB. When extreme fluctuation comes, the central bank intervenes in the exchange rate in the foreign exchange market. ഡോളറിൻ്റെ വില ഇടിഞ്ഞു, 75-80 ഡോളറിൻ്റെ വിലയല്ല, രൂപയുടെ വില ഇടിഞ്ഞു. $1 ഡോളർ കിട്ടാൻ നേരത്തെ 75 രൂപ കൊടുത്താൽ ഇപ്പോൾ 80 രൂപ കൊടുക്കണം. അപ്പോൾ വില ആരുടെ പോയത്? രൂപയുടെ പോയത്. കാരണം കൂടുതൽ രൂപ കൊടുത്താലേ $1 കിട്ടും. അപ്പോൾ അങ്ങനെയാകുമ്പം രൂപയെ സംരക്ഷിക്കാൻ പറ്റും സെൻട്രൽ ബാങ്ക് അതിൻ്റെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവിൽ നിന്നുണ്ടായിരുന്ന
കുറേ ഡോളർ കുറേ എടുത്ത് മാർക്കറ്റിൽ കൊണ്ടുവച്ച് വിൽക്കും. മനസ്സിലായല്ലോ? അപ്പോൾ അങ്ങനെ സെൻട്രൽ ബാങ്ക് ഇടപെടും. പിന്നെ ഡോളറിൻ്റെ വില ഉണ്ടല്ലോ കുറയുന്ന ഇങ്ങോട്ട് 60 കുറയും. അപ്പം തന്നെ അന്നേരം സെൻട്രൽ ബാങ്ക് ഓടിപ്പോയി ഡോളർ മേടിക്കും. എന്നിട്ട് ഈ ഫോറിൻ റിസർവ് കൊണ്ട് സൂക്ഷിച്ച് വെക്കും. അങ്ങനെ സെൻട്രൽ ബാങ്ക് ഇവിടെ ഉണ്ട്. എന്തിന്? എക്സ്ചേഞ്ച് റേറ്റിനെ മാനേജ് ചെയ്യാൻ പറ്റും. ഞാൻ ഒന്ന് ഡിലീറ്റ് ചെയ്യട്ടെ. Okay, so such exchange rate system is called managed floating, and India follows the managed floating exchange rate system. You just consider that managed floating is almost equal to what we can say floating exchange rate system. അപ്പോൾ നിങ്ങൾ ഒരു നെറ്റ് പരീക്ഷ എഴുതുകയാണെങ്കിൽ, വേറെ എക്സാം എഴുതുകയാണെങ്കിൽ, RBI എക്സാം ഒക്കെ എഴുതുകയാണെങ്കിൽ നിങ്ങൾ ഓർക്കണം ഈ മാനേജ് ഫ്ലോട്ടിങ്ങിനെ കുറിച്ച് ചോദിക്കും. ഇന്ത്യയിലെ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം മാനേജ് ഫ്ലോട്ടിംഗ് ആണ്. ഓക്കെ, നൗ we are elaborately seeing the exchange rate system. I told you that there is fixed and pegged exchange rate is currency is fixed at a particular rate with the other currency. Okay, fixed by the central bank. Okay, ഇനി കറൻസിയുടെ കൂടുതൽ ഡിമാൻഡ് വരുവാണെങ്കിൽ കറൻസി സപ്ലൈ, കൂടുതൽ ഫോറിൻ കറൻസി അവിടെ ഉണ്ടെങ്കിൽ ആ കറൻസി പോയി മേടിച്ചു നോക്കും. ഇതൊക്കെയാണ് സെൻട്രൽ ബാങ്കിൻ്റെ ആക്റ്റീവ്. സെൻട്രൽ ബാങ്ക് എപ്പോഴും ഉണ്ട് ത്രൂ ഔട്ട് 24/7. എവിടെ? ഇൻ ദ കേസ് ഓഫ് എ ഫിക്സഡ് എക്സ്ചേഞ്ച് സിസ്റ്റം. ഓക്കെ, സെൻട്രൽ ബാങ്ക് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ഇങ്ങനെ കീപ്പ് ചെയ്യും. ഫോറിൻ എക്സ്ചേഞ്ച് സഞ്ചിയാന്ന് വിചാരിച്ചു. ഭയങ്കര ഡോളറും യെന്നും സ്റ്റെർലിങ്ങും ഒക്കെ ആയിരിക്കും, യൂറോയും ഒക്കെ ആയിരിക്കും. അതിൻ്റെ അടുത്ത് കൊടുക്കും, ഇവിടെ നിന്നടുത്ത് മേടിച്ച് തിരിച്ചിങ്ങോട്ട് വെക്കും. അപ്പോൾ ഇത് സെൻട്രൽ ബാങ്ക് ഭയങ്കര ആക്റ്റീവാണ്. എവിടെ? ഫിക്സ്ഡ് എക്സ്ചേഞ്ച്. നൗ വി ആർ കമ്മിങ് ടു ദി നെക്സ്റ്റ് വൺ, ഫ്ലോട്ടിംഗ്. ഡിറ്റർമൈൻ ദി ഓപ്പൺ മാർക്കറ്റ്. യുനോ സെൻട്രൽ ബാങ്കിൻ്റെ അതിനകത്ത് ഒരു ഇടപെടലൊന്നുമില്ല. ഡിമാൻഡ് സപ്ലൈ എല്ലാം നമ്മൾ കണ്ട മാനേജ് ഫ്ലോട്ടിംഗ് ഇന്ത്യയിൽ നിന്നാണ് നമ്മൾ കണ്ടല്ലോ. ഇനി നമ്മൾ കാണാൻ പോകുന്നുണ്ടല്ലോ അപ്രീസിയേഷൻ, ഡിപ്രീസിയേഷൻ, ഡിവാലുവേഷൻ ആൻഡ് റിവാലുവേഷനാണ്. അതിൻ്റെ അത് ഡിവാലുവേഷൻ റിവാലുവേഷൻ ഒന്നും പഠിക്കേണ്ട കാര്യമില്ല. പഠിച്ചോ നിങ്ങൾ. ഇപ്പം ഞാൻ നിങ്ങളെ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കുന്നില്ല. സെയിമാണ്, ഇത് തന്നെയാണ്. സോ വാട്ട് ഈസ് ഡിപ്രീസിയേഷൻ, വാട്ട് ഈസ് അപ്രീസിയേഷൻ? ജസ്റ്റ് ആ കോൺസെപ്റ്റ് മനസ്സിലാക്കിക്കൊണ്ട് മാത്രം കാര്യമില്ല, അതെങ്ങനെ ട്രേഡിനെ സ്വാധീനിക്കും എന്നും കൂടെ നമ്മൾ നോക്കണം. ഓക്കെ, ഡിപ്രീസിയേഷൻ ഓഫ് ദി റുപ്പി റെഫേഴ്സ് ടു ഡിക്രീസ് ഇൻ ദി എക്സ്റ്റേണൽ വാല്യൂ ഓഫ് ദി ഡൊമസ്റ്റിക് കറൻസി. എക്സ്റ്റേണൽ വാല്യൂ ഓഫ് ദി ഡൊമസ്റ്റിക് കറൻസി കോംപ്ലക്സ്. എന്താണ് ഡൊമസ്റ്റിക് കറൻസി? റുപ്പി, ശരിയല്ലേ? ഇനി അതിൻ്റെ എക്സ്റ്റേണൽ വാല്യൂ എത്രയാണ്? എത്ര ഡോളർ കിട്ടും എന്നുള്ളതാണ് ചോദിച്ചിന്. വേറെ കറൻസി അല്ല കേട്ടോ, ഇത് ഡോളറും ഇത് റുപ്പിയായിട്ട് തോന്നിയേക്കരുത്, ചോദിച്ചിന് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ചോദിച്ചതെന്നറിയാം, നമ്മൾ ഉദ്ദേശിച്ചത് ഡൊമസ്റ്റിക് കറൻസിയുടെ എക്സ്റ്റേണൽ വാല്യൂ ആണ്. ചുമ്മാ ടെക്നിക്കലുള്ള ഒരു വാക്കാണ്. ഡൊമസ്റ്റിക് കറൻസിയുടെ എക്സ്റ്റേണൽ വാല്യൂ. ഡൊമസ്റ്റിക് കറൻസി ഏതാണ്? അപ്പോൾ ഒരു ഡോളറിന് ഒരു ഡോളർ കിട്ടാൻ എത്ര രൂപ കൊടുക്കണം, അതാണ്. അപ്പോൾ അത് 75. ആ 75 എന്ന് നമ്മൾ 80 പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കൂടുതൽ രൂപ കൊടുക്കണം ഒരു ഡോളർ കിട്ടാൻ, അല്ലേ? അതിന് നമ്മൾ പറയുക മൂല്യം ഇടിഞ്ഞു എന്ന് പറയും, ഡിപ്രീസിയേഷൻ പറയും. ഡിപ്രീഷിയേറ്റ്, ഉരഞ്ഞു തീർന്നു പോയി എന്നുള്ളതാണ് അതിൻ്റെ കൃത്യം. ഒരു ലിറ്ററൽ മലയാളം, ഓക്വേർഡ് മലയാളം വാക്ക്. അങ്ങനെയല്ല, ഓക്വേർഡല്ല, ഏകദേശം വാക്ക്. മൂല്യം കുറഞ്ഞു പോയി. മൂല്യം കുറയുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത് കൂടുതൽ രൂപ കൊടുക്കണം ഒരു ഡോളർ കിട്ടാൻ. അപ്പോൾ 75 നമ്മൾ എത്ര? 80 രൂപ കൊടുക്കണം ഒരു ഡോളർ കിട്ടാൻ. രൂപയുടെ വില കുറഞ്ഞു. എന്തും കൂടുതലുണ്ടെങ്കിൽ അതിൻ്റെ വില കുറയും. ഡോളർ ഇപ്പോഴും ഒരു ഡോളർ നമുക്ക് കിട്ടും. നമ്മൾ ഡോളർ എപ്പോഴും ഒന്നായിട്ടേ കൂട്ടുള്ളൂ കേട്ടോ. ഒരു ഡോളർ കിട്ടാൻ നേരത്തെ 75 കൊടുക്കണമായിരുന്നു, ഒരു ഡോളർ കിട്ടാൻ ഇപ്പോൾ 80 കൊടുക്കണം. ആരുടെ വില കുറഞ്ഞ്? രൂപയുടെ വില കുറഞ്ഞു. ഇനി നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം, ഡോളറിനെ മാങ്ങയായിട്ടോ തേങ്ങയായിട്ടോ നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. യു ഷുഡ് കൺസിഡർ ഡോളർ ആസ് എ കമ്മോഡിറ്റി. അപ്പോൾ നമുക്ക് സംഭവം ശരിയാണ്. നമ്മൾ ഇപ്പോൾ ഉദാഹരണത്തിന് എന്താണ്, 1 കിലോ മാങ്ങാപ്പഴം എന്ന് വിചാരിക്കുക. അതിൻ്റെ വില 75 രൂപയായിരുന്നു, 80 രൂപ കുറഞ്ഞു വില കൂടിയപ്പോൾ രൂപയുടെ വില കുറയാതെ സംഭവിച്ചത്. മനസ്സിലായല്ലോ? സോ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തേക്കോട്ടോ, സെയിം എക്സാമ്പിൾ കൊടുക്കുക. അപ്പോൾ ഡിപ്രീസിയേഷൻ happens under flexible exchange system, under managed floating exchange system as well, and due to the operation of market force, the rupees value changes from $1 equal to 75 rupees to $1 equal to rupees 80. This is called, അപ്പം ഡിപ്രീസിയേഷൻ എന്താണ് സംഭവിക്കുന്നത്? രൂപയുടെ വില ഇടിയും, ഡോളറിൻ്റെ വില കൂടും. ഇനി എക്സ്ചേഞ്ച് റേറ്റ് കൂടും. അതാണ് എക്സ്ചേഞ്ച് റേറ്റ് നേരെ 75 ആയിരുന്നു, ഇപ്പോൾ 80 കൂടി. എക്സ്ചേഞ്ച് റേറ്റ് എങ്ങനെയാണ്? 75 ഡിവൈഡ് ബൈ 1, 80 ഡിവൈഡ് ബൈ 1. അപ്പോൾ 75 80 കൂടി. കാര്യങ്ങൾ ഇവിടെ കിട്ടിയില്ലോ. ഡിപ്രീസിയേഷൻ. ഓക്കെ, നോ ഐ വിൽ എക്സ്പ്ലെയിൻ വാട്ട് ഈസ് ദ എഫക്റ്റ് ഓഫ് ഡിപ്രീസിയേഷൻ ഓൺ ട്രേഡ്. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നോട്ട് ജസ്റ്റ് വെരി ഇമ്പോർട്ടൻറ്റ്, ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം, ശ്രദ്ധിക്കുക. ഞാൻ ഡിലീറ്റ് ചെയ്തോട്ടെ, എന്നിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അതാണ് എളുപ്പമുണ്ടല്ലോ. ഇപ്പം നിങ്ങൾ വിചാരിക്കും, ഞാനൊരു സിമ്പിൾ എച്ചോടെ ഈ ഫിഗേഴ്സ് വെച്ചിട്ട് വലുതാക്കി. നിങ്ങൾ വിചാരിക്കും, അതായത് ഒരു ഡോളറിന് 40 രൂപയെന്ന് വിചാരിക്കുക. ഒരു ഡോളറിന് എത്ര രൂപ? 40 രൂപ. 1 കിലോഗ്രാം അരിക്കും 40 രൂപ. 1 കിലോഗ്രാം അരിക്കും 40 രൂപ. ഓക്കെ,
ഇപ്പോഴത്തെ ഏകദേശം ഒരു വിലയൊക്കെ പോലെ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇരിക്കുക വിദേശികൾക്ക് ഇന്ത്യയിൽ നിന്ന് $1 കൊടുത്തു കഴിഞ്ഞാൽ 1 കിലോഗ്രാം അരി കിട്ടും അല്ലേ? കുഴപ്പമുണ്ടോ? ഇല്ലല്ലോ, ശരിയല്ലേ? അപ്പോൾ 1 കിലോഗ്രാം അരി വിദേശിക്ക് കിട്ടും. ഓക്കെ, ഇനി എന്താ സംഭവിക്കുന്നത് അറിയോ? രൂപയുടെ വില ഡിപ്രീഷിയേറ്റ് ചെയ്തു. ഡിപ്രീഷിയേഷന് 20 പോവുകയാണോ 60 പോകുന്നതാണോ ഡിപ്രീസിയേഷൻ? 60 പോകുന്ന ഡിപ്രീസിയേഷൻ. കൂടുതൽ രൂപ കൊടുക്കണം, $1 കിട്ടുന്നുണ്ട്. അപ്പം നമ്മൾ 60 കേസ് എടുക്കുക. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ $1 =60 ആണ് അല്ലേ? ഓക്കെ, തെളിയുന്നില്ല. തെളിഞ്ഞു, ഏകദേശം തെളിഞ്ഞു. $1 =60. മാർജിൻ എഴുതിക്കൊണ്ട 60 ₹60 ഞാനിവിടെ എഴുതുവാണേ, ₹60. ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ എന്താ സംഭവിക്കാൻ പറയും? അരിയുടെ വില അതുപോലെ തന്നെയാണ്. ഇന്ത്യയിൽ നിന്ന് അരി ഇറക്കുമതി ചെയ്യുന്ന അല്ലെങ്കിൽ ഇന്ത്യ അരി എക്സ്പോർട്ട് ചെയ്യുന്ന അമേരിക്കക്കാർക്ക് അരിയുടെ വില എത്രയാണ്? 40. 1 കിലോഗ്രാം റൈസിൻ്റെ വില ₹40. $1 എത്രമാത്രം അരി കിട്ടും? $1 ഇപ്പം പുതിയ നിരക്ക് എത്രയാണ്? 60 രൂപ എന്ന് പറഞ്ഞാൽ 60 രൂപയ്ക്ക് എത്ര ആയിരിക്കും? 1.5 കിലോ അരി കിട്ടും. 2 1.5 കിലോ അരി കിട്ടും, ശരിയല്ലേ? അപ്പോൾ വിദേശിയെ സംബന്ധിച്ചാൽ നേരത്തെ $1 =40 രൂപ =1 കിലോഗ്രാം റൈസ് ആയിരുന്നു. ഇപ്പോൾ $1 60 rupees =1.5 കിലോഗ്രാം റൈസ്, ശരിയല്ലേ? അപ്പോൾ ഉണ്ടല്ലോ വിദേശികൾ അരിയൊക്കെ ഇന്ത്യയിൽ നിന്ന് മേടിക്കും. അപ്പോൾ ഇന്ത്യയുടെ എന്ത് കൂടും? ഇന്ത്യയുടെ അരി കുറയുന്നതാണോ നിങ്ങൾ പറയാൻ പോകുന്നത്? എനിക്ക് നല്ല ഉറപ്പാണ്. ഇന്ത്യയിലെ അരി കുറയും, ഞങ്ങൾക്ക് കഴിക്കാനുള്ള അരിയെല്ലാം വിദേശി കൊണ്ടുവന്നല്ല പറയാൻ പോകുന്നത്. അത് സംഭവിക്കും. എന്താണ് സാർ? ഇന്ത്യയുടെ എക്സ്പോർട്ട് കൂടും. എക്സ്പോർട്ട് ഓഫ് വാട്ട്സ്? എക്സ്പോർട്ട് ഓഫ് റൈസ് വിൽ ഗോ അപ്പ്, ശരിയല്ലേ? അപ്പോൾ ഇന്ത്യയുടെ എക്സ്പോർട്ട് കൂടും. സോ ആസ് എ റിസൾട്ട് ഓഫ് ഡിപ്രീസിയേഷൻ വാട്ട് ഹാപ്പൻസ്? അവർ എക്സ്പോർട്ട് വിൽ ഗോ അപ്പ്. എക്സ്പോർട്ട് ഇൻക്രീസ്. ഇനി നേരെ തിരിച്ച് ഇമ്പോർട്ടിന് എന്ത് സംഭവിക്കുന്നത്? നേരത്തെ നിങ്ങൾ വിദേശത്ത് നിന്ന് ഒരു മൊബൈൽ ഫോൺ മേടിക്കാൻ തുടങ്ങുമായിരുന്നു. അപ്പം നേരത്തെ നിങ്ങൾക്ക് ഒരു മൊബൈൽ ഫോണിന് $100 കൊടുക്കണമായിരുന്നു എന്ന് പറഞ്ഞാൽ 4000 രൂപ കൊടുക്കണമായിരുന്നു ഇറക്കുമതി ചെയ്യുമ്പോൾ. ഇപ്പം എത്ര കൊടുക്കണം? $1 40 രൂപയായിരുന്നപ്പോഴാണ് $100 4000. ഇപ്പം എത്ര കൊടുക്കണം? $1 60 രൂപ. അപ്പോൾ എത്ര കൊടുക്കണം? 6000 രൂപ കൊടുക്കണം. അപ്പോൾ നിങ്ങൾ പറയും വേണ്ട, എനിക്ക് വിദേശത്തെ മൊബൈൽ വേണ്ട, എനിക്ക് വിദേശത്തെ മൊബൈലിനോടൊക്കെ ഭയങ്കര വെറുപ്പാണെന്നൊക്കെ പറഞ്ഞു നമ്മൾ വിദേശത്തെ മൊബൈൽ മേടിക്കാതെ ഇവിടെയുള്ള ലാവ പോലെയുള്ള മൊബൈൽ നമ്മൾ മേടിക്കും. 3000 രൂപ. അപ്പോൾ ഇങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇമ്പോർട്ട് കുറഞ്ഞു, ശരിയല്ലേ? സോ ആക്ച്വലി depreciation produces two effect on trade. Let me delete that. Depreciation brings two effect on trade. It increases exports and it reduces what? Imports. It increases exports and it reduces what? Imports. പിടികിട്ടില്ലോ? ഇതൊരിക്കലും മറക്കരുത്. എക്സ്പോർട്ട് കൂടുകയും ഇമ്പോർട്ട് കുറയ്ക്കുകയും ചെയ്യും. നമ്മുടെ സാധനങ്ങളുടെ വില വിദേശ മാർക്കറ്റ് കുറയ്ക്കുന്നതാണ് ഡിപ്രീസിയേഷൻ. നമ്മുടെ സാധനങ്ങളുടെ വില ഈ വിദേശ സാധനങ്ങളുടെ വില ഇന്ത്യയെ കൂട്ടുന്നതാണ് ഡിപ്രീസിയേഷൻ. ഇത് നമ്മൾ PG ലെവലിൽ പഠിക്കുമ്പോൾ ഇതൊക്കെ നമ്മളിങ്ങനെ കൂടുതൽ ലെവൽ ഇച്ചോടെ നമ്മൾ കടന്നു പഠിക്കണം. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞിരുന്നത് ദിസ് ഈസ് ജസ്റ്റ് എ ബേസിക്സ് ബട്ട് നെവർ ഫോർഗെറ്റ് ദിസ് ബേസിക്സ്. അപ്പോൾ അവിടെ കിട്ടിയല്ലോ. അപ്പോൾ അപ്രീസിയേഷൻ്റെ സംഭവം എന്തായിരിക്കും? $1 60 രൂപയായിരുന്നു. 1 കിലോഗ്രാം അരിക്ക് 60 രൂപയായിരുന്നു. രൂപയുടെ വില കൂടി. ഇപ്പോൾ $1 കിട്ടാൻ നമുക്ക് 40 രൂപ കൊടുത്താൽ മതി. അപ്പോൾ വിദേശിക്ക് എത്രയായിപ്പോയി? വിദേശിക്ക് നമുക്ക് പറയുകയാണെങ്കിൽ 600 ഗ്രാം അരിയേ കിട്ടുള്ളൂ $1. കാരണം $1 അരിയുടെ വില നമ്മൾ ചിന്തിക്കണം എത്രയാണ്. കൃത്യം പറയുകയാണെങ്കിൽ 60 രൂപയാണ് അരിയുടെ വില. ഇപ്പോൾ എത്ര? $1 40 രൂപയുടെ അരിയേ കിട്ടുള്ളൂ. 40 രൂപയ്ക്ക് 1 കിലോ അരി കിട്ടുമോ? ഇല്ല. 1 കിലോ അരിയുടെ വില 60 രൂപയെ. മനസ്സിലായല്ലോ? അപ്പോൾ 40 രൂപയ്ക്ക് എത്ര രൂപ കിട്ടും? അപ്പോൾ ഏകദേശം ഒരു 600 ഗ്രാം അരിയേ കിട്ടുള്ളൂ. അപ്പോൾ ഇന്ത്യയുടെ എക്സ്പോർട്ട് കുറയല്ലേ? കുറയും. ഇൻ ദി സെയിം വേയിനോ നേരത്തെ നിങ്ങൾ മൊബൈൽ മേടിക്കാൻ 6000 രൂപ കൊടുക്കണമായിരുന്നു. ഇപ്പം നമ്മൾ അതേ മൊബൈൽ മേടിക്കുമെങ്കിൽ 4000 രൂപ കൊടുത്താൽ മതി. നമ്മുടെ ഇമ്പോർട്ട് കൂടും. നമ്മളെല്ലാം ഓടിപ്പോയി ചൈനയിൽ നിന്ന് മൊബൈൽ മേടിക്കും. അപ്പം നമ്മൾ പറയും എനിക്ക് ചൈനയിലെ മൊബൈലൊന്നും ഇഷ്ടക്കുറവില്ല, എനിക്ക് ഏത് മൊബൈൽ മതി, ഒരു മൊബൈലിൻ്റെ പേര് പറയുന്നില്ല, അപ്പം ആ മൊബൈൽ മതി, ഈ മൊബൈൽ മതി എന്ന് നമ്മൾ വിദേശത്തെ മൊബൈൽ ഫോൺ ഓടിപ്പോയി 4000 രൂപയ്ക്ക് മേടിക്കും. സോ അപ്രീസിയേഷൻ വിൽ ഇൻക്രീസ് അവർ ഇമ്പോർട്ട്സ്. എക്സ്പോർട്ട് ആദ്യം പറയാം. ഇറ്റ് വിൽ റെഡ്യൂസ് അവർ എക്സ്പോർട്ട്സ്.
ഇറ്റ് വിൽ ഇൻക്രീസ് അവർ ഇമ്പോർട്ട്സ്. അപ്പോൾ അത് അപ്രീസിയേഷൻ നമുക്ക് നല്ലതാണോ? ചല്ല. 60 രൂപയിൽ നിന്ന് 40 രൂപയിലേക്ക് $1 വില കുറഞ്ഞെന്ന് പറഞ്ഞാൽ മനസ്സിന് നമുക്ക് നല്ലതെന്ന് തോന്നും. പക്ഷേ യഥാർത്ഥത്തിൽ അപ്രീസിയേഷൻ നമുക്ക് ചല്ല. കേൾക്കുമ്പം നല്ലതും ഫലത്തിൽ മോശവുമാണ് അപ്രീസിയേഷൻ. കറൻസിയുടെ വില കൂടുക. എത്ര നേരത്തെ 60 രൂപയായിരുന്നു, 40 രൂപ കൊടുത്താൽ $1 എന്ന അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പോർട്ട് കുറയും, നമ്മുടെ ഇമ്പോർട്ട് കൂടും, മൊത്തത്തിൽ നമ്മുടെ വരുമാനം കുറയും. അതാണല്ലോ എക്സ്പോർട്ട് കൂടുമ്പോൾ എന്ത് സംഭവം? എക്സ്പോർട്ട് കുറയും. എക്സ്പോർട്ട് കുറയുമ്പോൾ നമ്മുടെ വരുമാനം കുറയുന്നത്. ഇമ്പോർട്ട് കൂടുമ്പോൾ നമ്മുടെ വരുമാനം വിദേശി കൊണ്ടുപോകുന്നത്. നമ്മുടെ വരുമാനം വിദേശി കൊണ്ടുപോകും. വിദേശിൽ വരുമാനം നമുക്ക് കിട്ടുകയില്ലാത്ത ഒരവസ്ഥ ആണ് എക്സ്പോർട്ട് കുറയുകയും ഇമ്പോർട്ട് കൂടുകയും ചെയ്യുക, അല്ലെങ്കിൽ അപ്രീസിയേഷൻ്റെ ഫലമായിട്ടുണ്ടാകുന്നത്. സോ ഒരു രാജ്യവും അപ്രീസിയേഷൻ അത്രയധികം ഇഷ്ടപ്പെടുന്നില്ല. ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ, ഒന്നുകൂടെ പറയാം. ഒരു രാജ്യവും അപ്രീസിയേഷൻ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ സെൻട്രൽ ബാങ്ക് ഓടിപ്പോയെന്നറിയോ? എന്തുകൊണ്ടാണ് ഇങ്ങനെ $ന്റെ വില 60 നിന്ന് 40 കുറഞ്ഞു പോയത്, അല്ലെങ്കിൽ രൂപയുടെ വില കൂടിയത്? ഇഷ്ടംപോലെ ഡോളർ മാർക്കറ്റിൽ കിടക്കുക, ആർക്കും വേണ്ടാതെന്നല്ല, ഡോളറിൻ്റെ വില ഇഷ്ടംപോലെ മാർക്കറ്റിലുണ്ട്. അപ്പോൾ സെൻട്രൽ ബാങ്ക് എന്നറിയോ, ഇതിങ്ങനെ 60-40 ഇടിയായിരിക്കാം, ഓടിപ്പോയി ഡോളറെല്ലാം കൂടെ മേടിച്ചിട്ട് സ്വന്തം ഫോറക്സ് റിസർവ് ഇത് കിട്ടിയാട്ടോ, ഫോറക്സ് റിസർവിലോട്ട് കൊണ്ട് സൂക്ഷിച്ച് വെക്കും. സോ ദിസ് ഈസ് കോൾഡ് ഇൻ്റർവെൻഷൻ ഇടപെടൽ. സെൻട്രൽ ബാങ്ക് ഇടപെടുക. സെൻട്രൽ ബാങ്ക് അവിടെ ഉണ്ട്. നമ്മുടെ ഇന്ത്യയിലെ സെൻട്രൽ ബാങ്ക് ചെയ്യുന്ന ഒരു കാര്യം കേട്ടോ, ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് മാത്രം ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ മേടിച്ച് വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബലമായിട്ട് പോയി മേടിക്കുകയാണോ? മേടിച്ച് വെക്കുന്ന പൂർണ്ണശയ മാർക്കറ്റിൽ പോയി ഓരോ ഡോളറിനും 40 രൂപ കൊടുത്തോ 45 രൂപ കൊടുത്തോ പോയി മേടിക്കും. അപ്പോൾ ആരും എന്ത് കൊടുക്കണം? രൂപ കൊടുക്കണം. അപ്പം RBIയുടെ ഇരിക്കുന്ന കറൻസി പുതിയ കറൻസിയാണ്, അത് മാർക്കറ്റിലേക്ക് പോവുക, പുതിയ കറൻസി മാർക്കറ്റ്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു അറിയാം? ഡൊമസ്റ്റിക് മണി സപ്ലൈ വെക്കും. ഡോളർ സെൻട്രൽ ബാങ്കിൽ വെക്കും, പക്ഷേ സെൻട്രൽ ബാങ്ക് ഇങ്ങനെ പുറത്തായിട്ടിരിക്കുന്ന രൂപയിലേക്കില്ലേ, അത് ഇക്കോണമിക്കലി ചിലവാകും. അപ്പോൾ എന്ത് ചെയ്യും? മണി സപ്ലൈ കൂടും. എന്തുകൂടും? നമ്മുടെ കറൻസി സപ്ലൈ കൂടും. സെൻട്രൽ ബാങ്ക് പോയി അപ്രീസിയേഷൻ്റെ സമയത്ത് കറൻസി മേടിക്കാൻ, വിദേശ കറൻസി മേടിക്കാൻ പോവാം. കാരണം ഇത് 60 പോകാൻ 40 പോകാതെ തിരിച്ച് 50 പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് വിദേശ കറൻസി മേടിക്കുമ്പോൾ എന്ത് സംഭവിച്ചു? സ്വദേശ കറൻസി കൊടുത്തു. അപ്പോൾ മണി സപ്ലൈ കൂടി, വിദേശ കറൻസി ഇങ്ങോട്ടും തിരിച്ചു, അപ്രീസിയേഷൻ കുറയും ചെയ്തു. അപ്പോൾ ഒന്ന് തടയാൻ പോയപ്പോൾ വേറൊന്ന് സംഭവിച്ചു. മനസ്സിലായല്ലോ? സോ സെൻട്രൽ ബാങ്കിൻ്റെ ഇടപെടൽ ഈ രീതിയാണ്. അത് നമ്മൾ ഓർത്തിരിക്കണം. പിടികിട്ടിയില്ല. ഡിപ്രീസിയേഷൻ സമയത്ത് എന്ത് സംഭവിക്കുമായിരിക്കും? കറൻസി അവിടെ വീക്കാകും. എത്രയാണ്? 40 നിന്ന് 60 പോയി. അത് വരാതിരിക്കാൻ പറ്റുക സെൻട്രൽ ബാങ്ക് എന്ത് ചെയ്തു? ഡോളർ വിറ്റപ്പോൾ എന്ത് ചെയ്തു? രൂപ മേടിച്ചു. അപ്പോൾ സെൻട്രൽ ബാങ്കിൻ്റെ അടുത്ത് ഇഷ്ടംപോലെ രൂപ. ഇക്കോണമിയിൽ എന്തില്ല? രൂപയുടെ കുറവാണ്. അപ്പോൾ എന്ത് ചെയ്തു? ഡൊമസ്റ്റിക് മണി സപ്ലൈ കുറഞ്ഞുപോയി. ഇതാണ് സെൻട്രൽ ബാങ്ക് ഡിപ്രീസിയേഷൻ്റെ സമയത്ത് ഇടപെടുമ്പോൾ എന്ത് സംഭവിച്ചു? ഡൊമസ്റ്റിക് മണി സപ്ലൈ കുറഞ്ഞുപോയി. മനസ്സിലായില്ല? ഫോറിൻ കറൻസി സെൻട്രൽ ബാങ്ക് കൊടുത്തപ്പോൾ. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. കുറേ കാര്യങ്ങൾ നമ്മൾ ഒന്നുകൂടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി. ഡിപ്രീസിയേഷൻ വരുമ്പോൾ നമ്മുടെ എക്സ്പോർട്ട് കൂടും, ഇമ്പോർട്ട് കുറയും. IS കർവ് എന്ത് ചെയ്യും? IS കർവ് മുകളിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. അപ്രീസിയേഷൻ വരുമ്പോഴോ നമ്മുടെ എക്സ്പോർട്ട് കുറഞ്ഞു, ഇമ്പോർട്ട് കൂടി, നമ്മുടെ ഇൻകം എല്ലാം പുറത്തേക്ക് പോയി. IS കർവ് താഴോട്ട് ഷിഫ്റ്റ് ചെയ്യും. മനസ്സിലായല്ലോ? ഇനി ഡിപ്രീസിയേഷൻ വരുമ്പോൾ സെൻട്രൽ ബാങ്ക് എന്ത് ചെയ്തു? ഡൊമസ്റ്റിക് കറൻസി കൊടുത്തു. ശരിയല്ലേ? ഡൊമസ്റ്റിക് കറൻസി കൊടുത്തിട്ട് ഡിപ്രീസിയേഷൻ വരുമ്പം ഫോറിൻ കറൻസി കൊടുത്തു, അല്ലെങ്കിൽ ഡോളർ കൊടുത്തിട്ട് എന്ത് ചെയ്തു? ഡൊമസ്റ്റിക് കറൻസി മേടിച്ചു. കാരണം എന്തെങ്കിലും കൊടുത്ത് തിരിച്ച് മേടിക്കണമല്ലോ. അപ്പം ഡോളർ ഇല്ലാത്തതുകൊണ്ടാണല്ലോ 40 നിന്ന് 60 പോയത്. അപ്പോൾ ഡോളർ കൊണ്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ഡൊമസ്റ്റിക് കറൻസി രൂപ മേടിച്ചപ്പോൾ സെൻട്രൽ ബാങ്കിലോട്ട് രൂപ വന്നു, ഇക്കോണമി രൂപയില്ല. അന്നേരം എല്ലാം കയറും ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. മനസ്സിലായല്ലോ? ഇനി ഇവിടെ എന്ത് സംഭവിച്ചു? സെൻട്രൽ ബാങ്ക് ഡോളർ മേടിച്ചപ്പോൾ പകരം എന്ത് കൊടുത്തു? രൂപ കൊടുത്തപ്പോൾ ഇക്കോണമി ഇഷ്ടം പോലെ മണി സപ്ലൈ വന്നു. അപ്പോൾ എല്ലാം കയറും ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. മനസ്സിലായല്ലോ? അപ്പോൾ ഡിപ്രീസിയേഷൻ്റെ ഫലമായിട്ട് എക്സ്പോർട്ട് കൂടി. അപ്പോൾ എന്ത് സംഭവിച്ചു? IS കർവ് ഷിഫ്റ്റ് ചെയ്തു. IS കർവ് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. ശരിയല്ലേ? ഇനി നമ്മൾ പറഞ്ഞു ഡിപ്രീസിയേഷൻ്റെ സമയത്ത് സെൻട്രൽ ബാങ്ക് പോയി ഫോറിൻ കറൻസി കൊടുത്തിട്ട് ഡൊമസ്റ്റിക് കറൻസി മേടിച്ചു. അപ്പോൾ എന്ത് ചെയ്തു? എല്ലാം കർവ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. എല്ലാം കർവ് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഓക്കെ. ദെൻ ഈ ഒരു കേസ് ഡിലീറ്റ് ചെയ്തോട്ടെ. ഈ ഒരു കേസിൽ അപ്രീസിയേഷൻ വന്നു. അപ്പോൾ ഫോറിൻ കറൻസി മേടിച്ചു, ഡൊമസ്റ്റിക് കറൻസി കൊടുത്തു. സെൻട്രൽ ബാങ്ക് രൂപ കൊടുത്തു. അപ്പോൾ ഇത് ഡൊമസ്റ്റിക് കറൻസിയുടെ സപ്ലൈ കൂടി. അപ്പോൾ എല്ലാം കർവ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. മനസ്സിലായോ? ഇതാണ് IS കർവിലും എല്ലാം കർവിലും
അപ്രീസിയേഷനും ഡിപ്രീസിയേഷനും ഉണ്ടാക്കുന്ന വ്യത്യാസം. ഇത് മനസ്സിലാക്കിയാലേ നമുക്ക് ഈ ടോപ്പിക്ക് ഇനി ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്നാണ് എൻ്റെ വിശ്വാസം. ഒരിക്കൽ കൂടെ ഓർത്തിരിക്കുക, വാട്ട് ഈസ് ഡിപ്രീസിയേഷൻ, വാട്ട് ഈസ് അപ്രീസിയേഷൻ, വാട്ട് ഈസ് എഫക്റ്റ് ഓഫ് ഡിപ്രീസിയേഷൻ ഓൺ ഇൻ്റർനാഷണൽ ട്രേഡ്, ഓൺ അവർ എക്സ്പോർട്ട്, on our import, what is the effect of appreciation or on our export, on our import, etc. Okay, similarly, when appreciation comes, what the RB will do. Okay, so as a result of that, what impact will be there on the LM curve. Similarly, in the case of appreciation, what the central bank will do. Okay, then what will be its effect on what we can say the LM curve. ഓക്കെ, അപ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അല്പം കെട്ടുപണഞ്ഞ് നടക്കുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം കൂടെ നമ്മൾ നോക്കാനുണ്ട്. സോ ദാറ്റ് ഈസ് ദ അപ്രീസിയേഷൻ കണ്ടോ, 80 75 പോകുന്ന അപ്രീസിയേഷൻ നമ്മൾ പറയാം. എക്സാമ്പിളായി കുഞ്ഞായിട്ടുള്ളൊരു മാറ്റം. ദെൻ കംസ് ക്യാപിറ്റൽ മൊബിലിറ്റി. ക്യാപിറ്റൽ മൊബിലിറ്റി ഇസ് എ സിറ്റുവേഷൻ വേർ ദി ഫോറിൻ ക്യാപിറ്റൽ, FP ലോൺസ്, ഫോറിൻ ലോൺസ് ആണോ, വിദേശത്തുണ്ട് ലോൺ, റുപ്പി ഡിനോമിനേറ്റഡ് ബോണ്ട്സ്, RDB, ലൈക്ക് ഏത് മസാല ബോണ്ട്സ് കിട്ടുകയാണല്ലോ, കിഫ്ബിയുടെ മസാല ബോണ്ട്, മസാല അതൊക്കെ നമ്മൾ ഇങ്ങോട്ട് വരുന്നു അങ്ങോട്ട് പോകുന്നു. അതിന് പറയുന്ന പേരാണ് ക്യാപിറ്റൽ മൊബിലിറ്റി. സോ ദീസ് ആർ ദി ബേസിക് കോൺസെപ്റ്റ്സ്. നിങ്ങൾ മനസ്സിലായിപ്പിടിയിരിക്കണം. ഇതിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ളൊരു പോക്ക് എന്താണ് അപ്രീസിയേഷൻ ഡിപ്രീസിയേഷൻ്റെ എഫക്റ്റ് ഓൺ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട്, ആസ് വെൽ ആസ് വാട്ട് ദി സെൻട്രൽ ബാങ്ക് ഡു വെൻ depreciation comes, what the central bank do when depreciation comes, what will be effect on the LM curve, how it shifts, when both appreciation and appreciation as a follow up, central bank do something, it may be selling foreign currency, it may be buying foreign currency. In that case, what happens to domestic money supply or rupee supply. So as a result, LM curve മുകളിലോട്ട് പോവോ താഴോട്ട് പോവോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ഈ തിയറിയുടെ ഇനിയുള്ള കാര്യങ്ങൾ ഭയങ്കര ഈസിയാണ്. ഓക്കെ, കിട്ടിയില്ല. അപ്പോൾ ഇതിൻ്റെ ബേസിക്സാണ്. ഇതുകൊണ്ട് നമുക്ക് തൽക്കാലം ഇത്രയും പറഞ്ഞിട്ട് നമുക്ക് ഞാൻ ഒരു ബ്രേക്ക് നിങ്ങൾക്ക് തരാം. അത് കഴിഞ്ഞ് നമുക്ക് ബ്രേക്ക് കഴിഞ്ഞിട്ട് ബാക്കി എന്ത് ചെയ്യാം, ബാക്കി നമ്മുടെ ക്ലാസ്സിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ ശരി, ഒരു ബ്രേക്ക് ആകാം അല്ലേ? കുഴപ്പമുണ്ടോ? ഞാൻ ആരോടാ ചോദിക്കേണ്ടി? ആർദ്രേ, ബ്രേക്ക് വേണ്ടേ? ഓക്കെ, എന്നാൽ നമുക്കൊരു 10 മിനിറ്റ് കഴിഞ്ഞ് വരാം. ഓക്കെ.